أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا. أولئك الذين لعنهم الله ومن يلعن الله فلن تجد له نصيرا. ബഹുമാന്യരായ മഹത്തായ ഇസ്ലാഹി തറവാട്ടിലെ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ നാം നടത്തുന്ന ഈ പോരാട്ടം ഇഹത്തിലും പരത്തിലും നമുക്കൊരു വെളിച്ചമായി, പ്രകാശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരം സംരംഭങ്ങൾ കൊണ്ട് എന്തൊരു മാറ്റമാണോ സമൂഹത്തിൽ നാം ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ആ മാറ്റം നിറയെ കണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തോട് യാത്ര പറയാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ വളരെ വ്യാപകമായി നടത്തിവരുന്ന പ്രൗഢമായ ഒരു ക്യാമ്പയിനാണ് മന്ത്രവാദം, മതത്തിനെതിര്, മനുഷ്യനെതിര് എന്ന ഈ ക്യാമ്പയിൻ. ഇത്തരമൊരു ക്യാമ്പയിനിലേക്ക് പ്രേരിപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ കരുനാഗപ്പള്ളിക്ക് സമീപം ഹസീന എന്ന പേരുള്ള 27 വയസ്സ് പ്രായമുള്ള പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ബലിഷ്ഠമായ ശരീരത്തിൻ്റെ ഉടമയായ സിറാജുദ്ദീൻ എന്ന ഒരു മന്ത്രവാദി അടിച്ചും ഇടിച്ചും ചവിട്ടിയും ആന്തരികാവയവങ്ങളെ കേടുവരുത്തിയും നിഷ്ഠൂരമായി പട്ടിണിക്കിട്ടും മന്ത്രവാദത്തിൻ്റെ പേരിൽ കൊന്നു. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, മതത്തിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ, ഖുർആനിൻ്റെ പേരിൽ, സുന്നത്തിൻ്റെ പേരിൽ
ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം കടത്തിക്കൊണ്ടുവരികയും ദീനുൽ ഇസ്ലാമിന്റെ മറപിടിച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് മന്ത്രവാദികളായ ആളുകൾ സമൂഹത്തിൽ വ്യാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ദുരന്തം ഈ സമുദായം പേറേണ്ടി വരുമ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വീക്ഷണവും കാഴ്ചപ്പാടും അവതരിപ്പിക്കുകയും ഇത്തരം ജനദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവനിര ശക്തമായ ഒരു പോരാട്ടവുമായി കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അങ്ങോളം ഇങ്ങോളം മന്ത്രവാദത്തിനെതിരെ ISM നടത്തിയ ഓരോ പരിപാടികളും പ്രൗഢമായിരുന്നു. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പല ആളുകളും രംഗത്ത് വരികയും അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവർ തുറന്നടിക്കുകയും ഇത് ഈ സമൂഹത്തിൽ നിന്ന് എടുത്തെറിയണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ ഏറ്റെടുത്ത വിഷയം സമൂഹം മൊത്തത്തിൽ സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കൊണ്ടുചെന്നെത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. എന്തുകൊണ്ട് ഇത് ഒരു പൊതുജന വികാരമായി മന്ത്രവാദത്തിനെതിരെ ജാതി ഭേദവ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വൈജാത്യങ്ങളില്ലാതെ മുഴുവൻ ആളുകളും ഒരുമിക്കുവാനും മന്ത്രവാദികൾക്കെതിരെ ശക്തമായി പോരാടുവാനും എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നടക്കുന്ന കൊലപാതകങ്ങളും അപ്രകാരം തന്നെ പാവപ്പെട്ട ആളുകളെ, രോഗികളായ ആളുകളെ മർദ്ദിക്കുകയും അവരെ അങ്ങേയറ്റം അവശരാക്കുകയും ആ നിലയിൽ സാമ്പത്തിക ചൂഷണം നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രമല്ല, വളരെ വ്യാപകമായി സമൂഹത്തിൽ ഉണ്ട് എന്ന് പൊതുജനം തിരിച്ചറിയുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, വ്യക്തമായ തെളിവായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹസീനയുടെ നിഷ്ഠൂരമായ കൊലപാതകം. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ, ഹസൻ കുഞ്ഞ് എന്ന് പേരുള്ള ഒരു പിതാവ്, ആ മകൾക്ക് ജിന്നുബാധയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ജിന്നുകളെയും ഒഴിഞ്ഞിറക്കുന്ന സിറാജുദ്ദീൻ മുസ്ലിയാർ എന്ന മന്ത്രവാദിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സർവവിജ്ഞാനങ്ങളും ആവാഹിച്ച് കൈപ്പിടിയിലൊതുക്കിയ ആളാണ് ഞാൻ എന്ന അഹങ്കാരത്തോടെ സിറാജുദ്ദീൻ മുസ്ലിയാർ മാസങ്ങളോളം ആ പെൺകുട്ടിക്ക് കഴിക്കാൻ കൊടുത്തത് ഒരു ദിവസം ഒരു റൊട്ടിയും ഒരു ഗ്ലാസ് വെള്ളവുമാണ്. ഒരു റൊട്ടിയും ഒരു ഗ്ലാസ് വെള്ളവും കഴിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞ ആ സാധുവായ ഹസീന അവസാനം ജീവച്ഛവമായി മാറുമ്പോഴും നിരന്തരമായി ഈ മുസ്ലിയാരുടെ പീഡനത്തിന് ആ സഹോദരി വിധേയമായി കൊണ്ടിരുന്നു. മാസങ്ങളുടെ പീഡനങ്ങൾക്ക് ശേഷം അവസാനമായി ജിന്നിനെ പുറത്തിറക്കിയേ പറ്റൂ, അല്ലെങ്കിൽ പുറത്തിറങ്ങിയേ പറ്റൂ എന്ന് തീരുമാനിച്ച സിറാജുദ്ദീൻ മുസ്ലിയാർ എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ശേഷം നടത്തുന്ന തന്റെ മന്ത്രവാദത്തിന്റെ ഭാഗമായി ആ പാവപ്പെട്ട സഹോദരിയെ കമഴ്ത്തിക്കിടത്തി തന്റെ ഉരുക്കുപോലുള്ള മുട്ടുകാൽ ആ സഹോദരിയുടെ നടുവിന് കുത്തിപ്പിടിച്ചിട്ട് 2 കൈയും പുറകിലേക്ക് വലിക്കുകയാണ്. നമുക്ക് സങ്കല്പിച്ചു നോക്കൂ, ഒരു മനുഷ്യനെ കമഴ്ത്തിക്കിടത്തിയിട്ട് ആ മനുഷ്യന്റെ നട്ടലിൽ മുട്ടുകാല് കുത്തിവെച്ചിട്ട് പുറകിലേക്ക് 2 കൈയും വലിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വേദന. ആ സഹോദരി ഈ രൂപത്തിൽ വേദന എടുത്തുകൊണ്ട് വാവിട്ട് നിലവിളിക്കുമ്പോഴും മുസ്ലിയാര് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇത് ജിന്നാണ് കരയുന്നത്, ഹസീനയല്ല. ഹസീനയുടെ കരച്ചിലല്ല നിങ്ങൾ കേൾക്കുന്നത്, എന്നെ കണ്ട് പേടിച്ചുകൊണ്ട് എന്നെ മർദ്ദനം ഏറ്റുകൊണ്ട് വിലപിക്കുന്നത് ജിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ജിന്ന് ഹസീനയുടെ മൂക്കിലേക്ക് വരും എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് MSc സുവോളജി ഫൈനൽ വിദ്യാർത്ഥിയായ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട്
മൂക്കിലൂടെ ഇറങ്ങുന്ന ജിന്നിനെ കുപ്പിയിലേക്ക് ആവാഹിക്കുവാൻ ഹസീനയുടെ മൂക്കിന് താഴെ ഒരു കുപ്പി പിടിപ്പിക്കുന്നു സിറാജുദ്ദീൻ മുസ്ലിയാർ. ഒരു MSc ഫൈനൽ ഇയർ വിദ്യാർത്ഥി ഈ കുപ്പി പിടിച്ചിട്ട് ജിന്നതിലേക്ക് ഇറങ്ങുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സിറാജുദ്ദീൻ മുസ്ലിയാർ മുന്നിൽ നിൽക്കുകയാണ്. ജിന്നിറങ്ങുന്നത് കാത്തു നിൽക്കുന്ന ആളുകൾ, ജിന്ന് പോകുന്നത് കാണാൻ നിന്ന ആളുകൾക്ക് കാണേണ്ടി വന്നത് ജിന്നല്ല പോയത്, നേരെ മറിച്ച് ഹസീനയുടെ ജീവനായിരുന്നു. ആ പെൺകുട്ടി പിടഞ്ഞു മരിച്ചു. ഏതോ ഒരു അജ്ഞാതൻ ഉന്നതനായ ഒരു പോലീസുകാരനെ വിളിച്ച് അലറലും ബഹളവും കേൾക്കുന്നു അപ്പുറത്ത് നിന്നു. ഇപ്പോൾ അവിടെ നിശബ്ദമാണ് എന്ന ഒരു അറിയിപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഹസീനയുടെ ഖബറിൽ ഈ ദുരന്തം മുഴുവൻ കുഴിച്ചു മൂടപ്പെടുമായിരുന്നു. ലോകം ഇതറിയുമായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ സിറാജുദ്ദീൻ മുസ്ലിയാർ ഒരുക്കിയ മന്ത്രവാദ കളത്തിലേക്ക് ഇറങ്ങി വരുമ്പോ അവിടുത്തെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഹസൻ കുഞ്ഞി എന്ന ഹസീനയുടെ ഉപ്പയോട് സിറാജുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത്, എന്റെ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ ജിന്നിനെതിരെയുള്ള ഈ പോരാട്ടത്തിനിടയിൽ ഹസീനയുടെ ശരീരത്തിൽ ജിന്നിനി താമസിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഹസീനയെ കൊന്നതാണ് ജിന്ന് എന്നാണ്. ഹസീനയെ കൊന്നതും ജിന്നായിരുന്നു. അറബി ലോകത്ത് ഇറങ്ങിയ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് അൽ ജിന്നുൽ മദ്ലൂം എന്നാണ്. അതിന്റെ അർത്ഥം പാവം ജിന്ന്. ആര് എന്ത് ചെയ്താലും ജിന്നിന്റെ മേൽ ഏൽപ്പിക്കുകയാണ്, ജിന്നിനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇവർ ചെയ്യുന്ന ക്രൂരതകൾ മുഴുവനും പാവം ജിന്നേറ്റെടുക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് അൽ ജിന്നുൽ മദ്ലൂം, പാവം ജിന്ന് എന്ന് പറഞ്ഞൊരു പുസ്തകം പോലും അറബി ലോകത്ത് എഴുതേണ്ടി വന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വലിയ വാർത്തയായി, ബഹളമായി. ഹസീനയെ കൊന്ന, മന്ത്രവാദി ചവിട്ടിക്കൊന്ന ആ സ്ഥാനത്ത് ഇത്തിഹാദ് ശുബാൽ മുജാഹിദീനും അതിന്റെ മാതൃസംഘടനയായ കേരളത്തിൽ മുജാഹിദീനും പരിപാടി സംഘടിപ്പിച്ചു. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വന്നു. അവിടുത്തെ സാമൂഹിക പ്രതിനിധികൾ വന്നു, രാഷ്ട്രീയ നേതാക്കൾ വന്നു. അതിൽ ഒരു വ്യക്തി പറഞ്ഞ വാചകം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലം എന്റെ നാടിന്റെ പേര് പറയുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു. ഞാൻ എന്റെ നാട്ടുകാരനാണ് എന്ന് 10 പേരോട് പറയുമ്പോൾ ഞാൻ അതിൽ പുളകം കൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇന്ന നാട്ടുകാരനാണ് എന്ന് പറയുന്നത് അപമാനത്തോടെയാണ്. കാരണം ആളുകൾ സംസ്കരിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ, വൈജ്ഞാനികമായി ആളുകൾ ഉയർന്നു ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അക്ഷരകേരളത്തിൽ സാക്ഷരതയുടെ വീമ്പ് പറയുന്ന ഈ പ്രദേശത്ത് എന്റെ നാട്ടിൽ ഇത്തരം ഒരു ദുരന്തം നടന്നു എന്ന് വരുമ്പോൾ ആ ദുരന്തം എനിക്ക് അപമാനം നൽകുന്നു എന്ന് ഒരു വ്യക്തി അവിടെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അതിനെതിരെ പ്രതികരിച്ചു. ഇവിടെ അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്വാഗതാർഹമാണ്. അതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ അന്ധവിശ്വാസ നിരോധന നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നായിരുന്നു. അതിനുശേഷം നടന്ന ദുരന്തങ്ങൾ. ഈ വിവാദം, ഹസീനയുടെ ഈ വിവാദം കത്തിയാളുന്ന സമയത്താണ് അങ്ങനെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ 6 മാസം പ്രായമുള്ള, 6 മാസം ഗർഭിണിയായ ഒരു സഹോദരി, 6 മാസം ഗർഭിണിയായ ഒരു സഹോദരി, അപസ്മാര ബാധിതയായ, അപസ്മാര രോഗം ബാധിച്ച ഒരു സഹോദരിയെ മന്ത്രവാദി കൊന്നത്. 2 ജീവനുകളാണ് എടുത്തത്. ഗസയുടെ മണ്ണിൽ യഹൂദികളായ പോരാളികൾ ഫലസ്തീൻ മക്കളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയപ്പോൾ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് യഹൂദിപ്പട മുന്നേറുമ്പോ അതിൽ കണ്ണീരോടെ നാം ഓർത്തെടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു, വായിച്ചെടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു. ഷെയ്മ എന്ന ഒരു സഹോദരി, ഇസ്രായേലിന്റെ ശക്തമായ ബോംബാക്രമണത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ സഹോദരി നിറവയറുമായിട്ടാണ് മരിച്ചു കിടന്നത്. ആ സഹോദരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വയറുകീറിയ മയ്യത്തിന്റെ വയറുകീറിയിട്ട് ഒരു പെൺകുഞ്ഞിനെ പുറത്തെടുത്തു. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ഡോക്ടർ പൊട്ടിക്കരഞ്ഞു, ഇവളെന്റെ മകളാണ് എന്ന് പറഞ്ഞു.
ഇവരുടെ പേര് ഷൈമ എന്നാണ്. ഷൈമ ബിന്ത് ഷൈമ, ഷൈമയുടെ മകളാണ് ഷൈമ എന്ന് ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞു. ലോകം മുഴുവനും കൗതുകത്തോടെ ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ 5 ദിനങ്ങൾക്കപ്പുറത്ത് ഉമ്മയുടെ പിന്നാലെ ആ മകള് യാത്രയായ വാർത്ത കേട്ടപ്പോ നമ്മുടെ ഹൃദയമൊന്നും നൊന്തു എങ്കിൽ, ഇതങ്ങകലെ ഫലസ്തീനിന്റെ മണ്ണിൽ യഹൂദികളായ ആളുകൾ നടത്തിയ പോരാട്ടം, സിയോണിസ്റ്റുകൾ നടത്തിയ പോരാട്ടത്തിൽ ബലിയാടായ ഒരു സഹോദരിയുടെ വാർത്തയായിരുന്നുവെങ്കിൽ, നമ്മുടെ തൊട്ടടുത്ത മൂക്കിന് താഴെ അതുപോലെ ഒരു കുഞ്ഞിനെ ഗർഭം ചുമന്ന ഉമ്മയെ ഒരു മന്ത്രവാദി തന്റെ മന്ത്രവാദ കുണ്ടത്തിൽ ഞെക്കിക്കൊല്ലുമ്പോൾ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞത് ഒരു ജീവനായിരുന്നില്ല, 2 ജീവനുകളായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാം കേട്ടു, മന്ത്രവാദത്തിന് വർഗമില്ല, ജാതിയില്ല, വർഗീയതയില്ല. കാരന്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ദുർഗപ്രസാദ് എന്ന മന്ത്രവാദി ശകുന്തള എന്ന ഒരു സഹോദരിയെ കഴുത്തിൽ കയറിട്ട് കൊന്നു. എന്തിനാ ശകുന്തള മന്ത്രവാദിയായ ദുർഗപ്രസാദിനെ സമീപിച്ചത്? ആരോ തന്നോട് പറഞ്ഞു, തനിക്ക് നിധി കിട്ടും, നിനക്ക് നിധി കിട്ടും. ആ നിധി എവിടെയുണ്ട് എന്ന് ഈ ജ്യോത്സ്യൻ പറയുമെന്ന് വിശ്വസിച്ച ഈ സാധുവായ ശകുന്തള നേരെ പോയി ദുർഗപ്രസാദിന്റെ സമീപത്തേക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ദുർഗപ്രസാദ് ആകട്ടെ അയാൾക്കുള്ളൊരു ആഗ്രഹം ഒരു കാറ് വാങ്ങണമെന്നതാണ്, സാധുവിന്റെ ഒരു ആഗ്രഹം. ആ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് 3 പവൻ ഈ ശകുന്തളയിൽ നിന്ന് അപഹരിക്കാൻ വേണ്ടിയിട്ട് ആ ശകുന്തളയുടെ കഴുത്തിൽ കയറിട്ട് ദുർഗപ്രസാദ് എന്ന മന്ത്രവാദി കൊന്നുകളഞ്ഞു. ആ വാർത്ത നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ അതിനിടയിൽ നമ്മൾ വായിച്ചെടുത്തു, ദുർഗപ്രസാദ് ശകുന്തളയെ കഴുത്തിൽ കയറിട്ട് കൊന്നിട്ട് ആ മയ്യത്തിനെ, ആ ശവത്തെ കെട്ടിപ്പൊതിയാൻ ഒരു ചാക്ക് ആവശ്യമായി വന്നപ്പോൾ, തന്റെ വീട് മുഴുവൻ മരിച്ചു പിറക്കി ഒരു ചാക്ക് കിട്ടാതെ വന്നപ്പോൾ ദുർഗപ്രസാദ് എന്ന മന്ത്രവാദി അടുത്ത കടയിൽ ചെന്നു, പലചരക്ക് കടയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ചാക്ക് വേണം. കടക്കാരൻ ചോദിച്ചു, എന്തിനാ ചാക്ക് സ്വാമിജി? അയാൾ പറഞ്ഞു, അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഒരു ചാക്ക് എടുത്തു കൊടുത്തു. ദുർഗപ്രസാദ് ചോദിച്ചു, എത്ര എന്റെ വില? കടക്കാരൻ പറഞ്ഞു, വേണ്ട, ഫ്രീ ആണ്, അമ്പലത്തിലേക്കല്ലേ. ചാക്ക് അമ്പലത്തിലേക്കല്ല, ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോ. കാരണം ഒരു പുരോഹിതനാണ്. ആ പുരോഹിതൻ വരുമ്പോ സമുദായം അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവ്, ബഹുമാനം എത്രയുണ്ട് എന്നതിന്റെ തെളിവാണ് മാന്യ സഹോദരങ്ങളെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ സമുദായം എങ്ങനെയാണ് ആദരിക്കുന്നത്, ഈ മന്ത്രവാദികളെ എങ്ങനെയാണ് സമുദായം കാണുന്നത്, എങ്ങനെയാണ് ഇവരെ ബഹുമാനിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ ആ ചാക്ക്. നാം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇവിടെ മന്ത്രവാദികൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായി, നിസ്സാരമായ ഒരു കാര്യമായി മനസ്സിലാക്കരുത്. നേരെ മറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിൽ ആശാറാം ബാപ്പു എന്നു പേരുള്ള ഒരു മന്ത്രവാദി കടന്നു വന്നത്. ഈ ആശാറാം ബാപ്പു ഒരു ആശ്രമം കെട്ടിയിട്ട് പറഞ്ഞത്, ഏത് പ്രേതബാധയും ഞാൻ ഒഴിപ്പിക്കുന്നതാണ്. ഇവർ വലിയ ആളുകളാണ് സമൂഹത്തിൽ. ഈ പ്രേതബാധ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു മഹാസംഭവമായിട്ടാണ് ജനം മനസ്സിലാക്കുക. കടമറ്റത്ത് കത്തനാർ ഫേമസ് ആയത് പോലും മന്ത്രവാദത്തിന്റെ പേരിലാണ്, പ്രേതബാധ ഒഴിപ്പിക്കുന്നതിന്റെ പേരിലാണ്. ഇങ്ങനെ കത്തനാരാകാനുള്ള ആളുകളുടെ ആഗ്രഹവും അതുപോലെ തന്നെ അത് വലിയ എന്തോ ആണ് എന്ന് സമുദായം തെറ്റിദ്ധരിക്കുകയും ചെയ്ത മറവിൽ ആശാറാം ബാപ്പു ആശ്രമം കെട്ടി. എന്നിട്ട് പ്രേതബാധ ഒഴിപ്പിച്ചു കൊടുക്കാമെന്ന് ആശാറാം ബാപ്പു പറഞ്ഞപ്പോ ഒരച്ഛൻ തന്റെ 16 വയസ്സുള്ള മകളെയാണ് ആശാറാം ബാപ്പുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, അന്ധവിശ്വാസികളായ ഒരു ജനം, ആ ജനത്തെ സംസ്കരിച്ചെടുക്കുക എന്നത് വലിയ പ്രയാസമാണ്. അവർക്ക് സ്വബോധമുണ്ടാവില്ല, കോമൺ സെൻസ് ഉണ്ടാവില്ല. അതാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ പത്രത്തിൽ നാം വായിച്ചത്. രാത്രി 10 മണി കഴിഞ്ഞ് വിരിപ്പിലേക്ക് പോയിട്ട് തലവഴിയെ പുതപ്പ് മൂടി കിടക്കുന്ന പൊന്നാരമകൾ പാതിരാത്രിയിൽ കുറുകുറ സംസാരിക്കുന്നത് ആ ഉമ്മ കേട്ടപ്പോ ഉമ്മ പോയി ഉപ്പയോട് പറഞ്ഞത്, മോള് പുതപ്പ് മൂടിയാൽ ഭയങ്കര വർത്തമാനമാണ്, എന്തോ ജിന്ന് കൂടിയിട്ടുണ്ട് എന്ന്. മോക്കെന്തോ ജിന്ന് ബാധയുണ്ട്. കാര്യം അതുകൊണ്ടാണ് പുതപ്പ് മൂടിക്കഴിഞ്ഞാൽ മകൾ വല്ലാത്ത സംസാരാണ്. മനസ്സിലാക്കണം, അതാണ് കോമൺ സെൻസ് ഉണ്ടാവൂല ഈ വർഗത്തിന്. അന്ധവിശ്വാസം, ആ അന്ധവിശ്വാസത്തിലേക്ക് ആണ്ടുപോയ ഒരു ജനവിഭാഗത്തിന് സ്വബോധം നഷ്ടപ്പെട്ടു പോകുമെന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ ഒരു തെളിവായിരുന്നു യഥാർത്ഥത്തിൽ ആശാറാം ബാപ്പു എന്ന ആ മന്ത്രവാദിയുടെ ആലയത്തിലേക്ക്, ആശ്രമത്തിലേക്ക്
തന്റെ 16 വയസ്സുള്ള മകളെ കൊണ്ടുപോയി ആക്കി ഒരു അച്ഛൻ. എന്താ സംഭവിച്ചത്? എന്താ സംഭവിക്കേണ്ടത് സംഭവിച്ചു. ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു ആ സഹോദരിയെ, ആ പെൺകുട്ടിയെ. ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച 16 വയസ്സുള്ള പെൺകുട്ടിയെ ആശാറാം ബാപ്പുവിന്റെ ആശ്രമത്തിൽ വെച്ചുകൊണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ശബ്ദം ഒന്നിവിടെ ഉയർന്നു. ഇന്ന് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഉയർത്താൻ പലരും മടിക്കുന്ന ഒരു ശബ്ദം അന്നവിടെ ഉണ്ടായി. ദാബോൽക്കർ കടന്നു വന്നു മഹാരാഷ്ട്രയുടെ മണ്ണിലേക്ക്. ദാബോൽക്കർ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം ശക്തമായി പറഞ്ഞു, അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി ഒരു സഹോദരി ഈ രൂപത്തിൽ പിച്ചു ചീന്തപ്പെടരുത്. ഒരു മന്ത്രവാദിയുടെയും ബലിഷ്ഠമായ കരങ്ങളിൽ പെട്ടുകൊണ്ട് ഒരു മന്ത്രവാദിയുടെയും ഹോമകുണ്ടത്തിൽ കത്തികരിയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സഹോദരിയും മാറരുത്. അതുകൊണ്ട് അന്ധവിശ്വാസ നിരോധന നിയമം ഇവിടെ കൊണ്ടുവരണം. അന്ധവിശ്വാസത്തെ നിയമം മൂലം ഇവിടെ ഇല്ലാതാക്കണമെന്ന് ദാബോൽക്കർ ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോ അതിനെതിരെ രംഗത്ത് വന്നത് ആ പ്രദേശത്തുണ്ടായിരുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിരുന്നു. ചില മതങ്ങളുടെ പേരിൽ സംഘടിച്ച ഫാസിസ്റ്റ് ശക്തികൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, മന്ത്രവാദം അത് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ്, മതത്തിൻ്റെതാണ്. ഇപ്പോഴും ചില ആളുകൾ നമ്മൾ ഈ മന്ത്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഇവർ മതത്തിനെതിരെയാണ് സംസാരിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മന്ത്രവാദത്തിന്റെ ഗുണഭോക്താക്കളും ഉപയോക്താക്കളും ഏതു കാലഘട്ടത്തിൽ നടപ്പിലാക്കിയെങ്കിൽ ദാബോൽക്കർ എന്ന ആ വ്യക്തി കടന്നു വന്നുകൊണ്ട് മന്ത്രവാദത്തിനെതിരെ ശക്തമായി മഹാരാഷ്ട്രയുടെ മണ്ണിൽ പടയോട്ടം നടത്തുമ്പോ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കടന്നുകൊണ്ടുവന്ന് പറഞ്ഞത് ഇത് മതത്തിന്റെ ഭാഗമാണ് എന്നാണ്. അതിന് മറുപടി പറഞ്ഞു, മതത്തിന്റെ ഭാഗമായി മന്ത്രവാദത്തെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ മതനിയമങ്ങളെ കുഴിച്ചു മൂടിയ ചരിത്രം ഇന്ത്യ രാജ്യത്തിനുണ്ട്. അത് നിയമം മൂലം നിരോധിക്കണമെങ്കിൽ അങ്ങനെ നിരോധിച്ച ചരിത്രം ഇന്ത്യ രാജ്യത്തിനുണ്ട്. ഒരു കാലഘട്ടത്തിൽ സതി എന്ന ഒരു സമ്പ്രദായം ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്നു. അഥവാ ഒരു ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന് ചിതയൊരുക്കുമ്പോ ആ ഭർത്താവിന്റെ മയ്യത്ത് ഇങ്ങനെ കത്തിയാളുമ്പോ ആ ചിതയിലേക്ക് ആ ഭാര്യ ചാടി മരിക്കണമെന്ന ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് മതത്തിന്റെ പേരിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്നെന്തേ സതിയില്ലാത്തത്? ഇന്നെന്തേ ഭർത്താവിന്റെ ചിതയിൽ ആരും ചാടി മരിക്കാത്തത്? അത് നിരോധിക്കപ്പെട്ടു ഇന്ത്യ രാജ്യത്ത്. മതത്തിന്റെ പേരിൽ മനുഷ്യത്വരഹിതമായ ഏതെങ്കിലും നടപടികളോ നരബലികളോ ലോകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അത് നിയമം മൂലം നിരോധിക്കാമെന്നതിന്റെ വ്യക്തമായ തെളിവായി സതി പോലുള്ള സമ്പ്രദായങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചതിനെ എടുത്തു വെച്ചുകൊണ്ട് ദാബോൽക്കറിനെ പോലുള്ള ആളുകൾ പടയോട്ടം നടത്തിയതിന്റെ ഭാഗമായി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് ഗുണങ്ങളുണ്ടായി. പക്ഷേ ആ ഗുണം ഈ സമൂഹം അനുഭവിക്കുമ്പോ ദാബോൽക്കർ എന്ന മനുഷ്യൻ സ്വന്തം ജീവൻ അതിന്റെ പേരിൽ നൽകേണ്ടി വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഒരു നിയമം തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പണിയെടുത്തത്. ആ പോരാട്ടത്തിന് സ്വന്തം ജീവനാ കൊടുക്കേണ്ടി വന്നത്. കാരണം ഈ വർഗം, ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തിന്റെ പേരിൽ പണിയെടുക്കുന്ന, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, ഏറ്റവും വലിയ ഫ്രോഡുകളായിരിക്കും അവർ. മാന്യന്മാരായ ഒരാളും മാന്യനായ ഒരാളും മന്ത്രവാദിയാവൂല. ഏറ്റവും ദുഷിച്ച സംസ്കാരത്തിന്റെ ഉടമ, ഏറ്റവും മോശമായ സംസ്കാരം സ്വീകരിച്ച ആള്, അവരായിരിക്കും ഇത്തരം മന്ത്രവാദത്തിന്റെ പുറകിലുണ്ടാവുക എന്നത് നാം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, കരുനാഗപ്പള്ളിയിൽ ഹസീന, ആ ഹസീനയെ ചവിട്ടിക്കൊന്ന മന്ത്രവാദി അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്തപ്പോ, ചരിത്രം എടുത്തപ്പോ എന്താ പറഞ്ഞത്? മഹാഫ്രോഡാണെന്നാണ്. എല്ലാ നിലക്കുള്ള തോന്നിയാസവും അയാൾക്കുണ്ടെന്നാണ്. മന്ത്രവാദം മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച റിപ്പോർട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. മന്ത്രവാദം നടത്തുന്നതിനിടെ യുവതിയെ ചവിട്ടിക്കൊന്ന കേസിലെ പ്രതിയായ സിറാജുദ്ദീൻ മുസ്ലിയാർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് കണ്ടെത്തി. തട്ടിപ്പ് കേസ് മുതൽ ക്ഷേത്രം ആക്രമിച്ച കേസിൽ വരെ ജയിൽവാസം അനുഭവിച്ച ക്രിമിനൽ മന്ത്രവാദി സിറാജുദ്ദീൻ എന്ന് പോലീസ് വെളിപ്പെടുത്തി. ഇയാൾ തട്ടിപ്പുകാരനാണെന്ന വിവരം യുവതിയുടെ വീട്ടുകാരെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്മാറാൻ കൂട്ടാക്കാത്തതാണ് കൊലയിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. നൂറനാട്, വള്ളിക്കുന്നം, അടൂർ, കരുനാഗപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ 20ഓളം ക്രിമിനൽ കേസുകളാണ് സിറാജുദ്ദീൻ മൗലവി എന്ന വ്യാജസിദ്ധന്റെ പേരിലുള്ളത്. പള്ളിയറക്കാവ് ക്ഷേത്രം ആക്രമിച്ച കേസിലും വള്ളിക്കുന്നത്ത് ഗുരുമന്ദിരം ആക്രമിച്ച കേസിലും ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. മന്ത്രവാദത്തിന്റെ പേരിൽ പണം തട്ടിയ കേസിലും വിവാഹ തട്ടിപ്പ് നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. കമ്മ്യൂണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അയാൾക്ക് നിരവധി ഭാര്യമാരുണ്ടെന്നുള്ളതാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. ആദിക്കാട്ടുകുളങ്ങരയിൽ പെൺകുട്ടികൾക്കായി അനാഥാലയം നടത്തിയിരുന്ന ഇയാൾ കുട്ടികളെ മാരകമായി മർദ്ദിച്ചതിനാൽ നാട്ടുകാർ ഇത് പൂട്ടിക്കുകയായിരുന്നു.
മന്ത്രവാദത്തിനായി കരുനാഗപ്പള്ളിയിൽ ഹസീനയുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇയാൾ തട്ടിപ്പുകാരനാണെന്ന വിവരം വീട്ടുകാരെ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഇങ്ങനെ വ്യാജനാണെന്ന് അറിയാവുന്ന പലരും ഇദ്ദേഹത്തിനെ രഹസ്യമായി വിളിച്ച് ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അവരെ ഒന്നും വകവെക്കാതെ ഇദ്ദേഹം വീണ്ടും ഈ ചികിത്സ നടത്തി. കേസ് കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹം അതൊന്നും വകവെച്ചില്ല. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യാനാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, 20ഓളം കേസുകൾ പ്രതിയാണ്. ക്രിമിനൽ കേസാണ് ഇയാൾക്കുള്ളത്, ഈ സിറാജുദ്ദീൻ മുസ്ലിയാർക്ക്. ഓരോ മന്ത്രവാദിയുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ക്രിമിനലുകളായ ആളുകളാണ് പലപ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മൈൻഡ് അവർക്കുണ്ടാവും. ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളുകളായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ദാബോൽക്കർ മന്ത്രവാദങ്ങൾക്കെതിരെ ശക്തമായി സമരം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നപ്പോ സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അന്ധവിശ്വാസ നിരോധന നിയമം തന്റെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവസാനം മഹാരാഷ്ട്രയിൽ അന്ധശ്രദ്ധാ നിർമൂലന സമിതി ഒരു കരട് ബില്ല് തയ്യാറാക്കി കൊടുത്തു അന്ധവിശ്വാസ നിരോധനത്തിന്റെ ഭാഗമായി. ഇവിടെ നാം അത് മനസ്സിലാക്കണം, നമ്മുടെ സർക്കാരുകൾ അത് മനസ്സിലാക്കണം. നമുക്കറിയാം, കേരളത്തിന്റെ മണ്ണിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കുവാനുള്ള പദ്ധതികളും അതിനുവേണ്ടിയുള്ള ചർച്ചകളും നടക്കുമ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നമായ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കപ്പെടുന്നത് പോലെ അന്ധവിശ്വാസ നിരോധന നിയമം എന്നത് ഒറ്റയടിക്ക് നടപ്പാക്കേണ്ട ഒരു നിയമമായി തന്നെ മനസ്സിലാക്കണം. കാരണം അതിന് നമുക്കൊരു മാതൃകയുണ്ട്. ആ മാതൃകയിൽ വളരെ കൃത്യമായി ആ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഒന്ന്, അമാനുഷിക ശക്തികളുടെ പേരിൽ മന്ത്രവാദം നടത്തുക, അമാനുഷിക ശക്തി വാദിക്കുക, ഈ അമാനുഷിക ശക്തിയുടെ പേരിൽ മന്ത്രവാദം നടത്തുക. 2, ഭൂതപ്രേതാദികളെ ഒഴിപ്പിക്കുന്നതിനും ഉച്ചാരണം നടത്തുന്നതിനും ഭസ്മമോ തകിടോ ആകർഷണ യന്ത്രമോ കൊടുത്താൽ ക്രിമിനൽ കേസാ, 7 കൊല്ലാകത്താവും. ഇത് കേരളത്തിന്റെ മണ്ണിൽ ഈ സാംസ്കാരിക കേരളത്തിൽ ഇന്നും നടപ്പാക്കിയിട്ടില്ല. ഇന്നും തകിട് കൊടുക്കുന്നവരുണ്ട്. 25 രൂപ കൊടുത്താൽ ഒരു കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന തകിട് കൊണ്ടുവന്ന് അബ്ജദ് ഹവ്വസ് ഹുത്തി ഖലമൻ എന്ന പഴയ കാലഘട്ടത്തിൽ അക്ഷരങ്ങൾക്ക് മൂല്യം നിശ്ചയിച്ചുകൊണ്ട് നൽകപ്പെട്ട മൂല്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ അത് എഴുതി അതൊരു തകിടിൽ വരച്ചു കഴിഞ്ഞാൽ വില 500ഉം 5000ഉം ഒക്കെയാണ്. അതുകൊണ്ടുവന്ന് താനിരിക്കുന്ന തന്റെ കടയുടെ കാഷ് കൗണ്ടറിന്റെ മുകളിൽ വെക്കുന്ന ആളുകൾ ഉണ്ട്. പലപ്പോഴും ഇത് ആരുടെ കടയാണ്, ഇത് ഏത് മതത്തിൽപ്പെട്ട ആളുടെ കടയാണ് നോക്കുന്നത് ഈ തകിടിലേക്കായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ആ തകിടിൽ ഭസ്മമാണെങ്കിൽ അത് ഹിന്ദുവാണ്, കൊന്തയാണെങ്കിൽ അത് ക്രിസ്ത്യാനിയാണ്, രണ്ടുമില്ല. ചന്ദനത്തിരി ആണെങ്കിൽ അത് നമ്മന്റെ അഖിലുകാരനാണ്. ഇവനേതാ ജാതി എന്ന് പോലും നോക്കുന്നത് അവർ നോക്കിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ രൂപത്തിൽ ആകർഷണ യന്ത്രം അതെന്തായിരുന്നാലും ഉസ്മാൻ മുസ്ലിയാരുടെ ഐക്കലുണ്ട്, പരസ്യമാണ്. ഉസ്മാൻ മുസ്ലിയാർ വളരെ സജീവമായി രംഗത്തുണ്ട്. പല ജാതി ശംഖുകൾ, വലംപിരി ശംഖ്, ഇടംപിരി ശംഖ്, ഭാഗ്യനക്ഷത്രക്കല്ല്, മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള ആകർഷണ യന്ത്രമോ തകിടോ കൊടുത്താൽ അത് ക്രിമിനൽ കുറ്റമായി നിയമം എഴുതപ്പെട്ട സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, അമാനുഷിക ശക്തി കൊണ്ട് അവകാശപ്പെടുകയോ അപ്രകാരം പരസ്യം നൽകുകയോ ചെയ്യൽ. അയാളൊക്കെ പോയാൽ അയാൾ ഭയങ്കര സാധനമിട്ട് ജിന്ന് അപ്പ അടിച്ചിറക്കും. ഇയാളൊക്കെ ചെന്നാലും അയാൾ അത് വലിയ സാധനമാണ്, അവിടെ പോകണം, അയാൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും ശക്തിയുണ്ട് എന്നൊരാൾ അവകാശപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെ പരസ്യം ചെയ്യുക. അപ്രകാരം തന്നെ മൺമറഞ്ഞു പോയ സന്യാസി പുണ്യവാളന്മാരുടെയോ ദൈവങ്ങളുടെയോ അവതാരങ്ങളാണ് എന്ന് അവകാശപ്പെടുകയും തദ്വാര ദൈവഭയമുള്ള സാമാന്യ ജനത്തെ വഞ്ചിക്കുന്നതിനൊരുമ്പിടുക. ഇത് നിരോധിക്കണം, നിയമം മൂലം നിരോധിക്കണം. അല്ലേ? പല ആളുകളും ആരാ കൂടിയത്? ഭീമാ ബീവി കൂടിയതാ ചിലർക്ക്, വേറെ ചിലർക്കോ അജ്മീറിലെ ഷെയ്ഖ് കൂടിയതാണ്. മാത്രല്ല, ഈ രൂപത്തിൽ കൂടുന്ന ആളുകൾ നമ്മുടെ ഈ ബൗണ്ടറിയിലുള്ള ആളുകളായിരിക്കും കൂടുതൽ കൂടിയാൽ അധികം സംസാരിക്കുന്ന ലാംഗ്വേജ് 3ആണ്. ഒന്നുകിൽ തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്.
ഈ രൂപത്തിൽ ഇംഗ്ലീഷും തമിഴും സംസാരിക്കുന്ന ആളുകളെ കൂടുതലും കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഇന്നയാൾ കൂടി, ഇന്ന ബീവി കൂടി, അല്ലെങ്കിൽ ഇന്ന ജിന്നു കൂടി, അതുകൂടി ഇതുകൂടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയാൾ കൂടി ഇയാൾ കൂടി എന്ന് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അതിന്റെ പേര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഒരാളും കൂടുതൽ കേട്ടോ, നല്ലൊരാളും ലോകത്ത് ആർക്കും കൂടിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് കൂടി ആളാരാ ഉണ്ടോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു കൂടി ആളാരാ? ഉസ്മാൻ റളിയല്ലാഹു കൂടി ആളാരാ? ഇങ്ങനെ നല്ല മനുഷ്യന്മാരും ആർക്കും ഒന്നും കൂടുന്നില്ല. പിന്നെ ലോക്കൽസ് ആണ് ഈ കൂടുന്ന ആൾക്കാർ. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മനുഷ്യർ സുഹദാക്കളാണല്ലോ. നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വിശ്വാസികൾ ദുആ ചെയ്യുന്നു, നേരായ മാർഗത്തിൽ നയിക്കണേ. നേരായ മാർഗം നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ഖുർആൻ പറഞ്ഞു അല്ലാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ ഒന്ന് മിനൻ നബിയ്യീന നബിമാരാണ്, വസ്സുദ്ദീഖീന സിദ്ദീഖുകളാണ്, വശുഹദാ ശുഹദാക്കളാണ്, വസ്സാലിഹീൻ സാലിഹീങ്ങളാണ്. ഈ ശുഹദാക്കൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഷഹീദ് അവൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യന്റെ ആത്മാവിനെ സ്വർണ്ണക്കിളിയുടെ ഒരു പച്ചവർണ്ണക്കിളിയുടെ രൂപത്തിലേക്ക് ആ റൂഹിനെ നിക്ഷേപിക്കും. ഖുർആൻ പറയാൻ ഒരു പച്ചവർണ്ണമുള്ള കിളിയുടെ ആ രൂപത്തിലേക്ക് ആ റൂഹിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് സ്വർഗത്തിൽ ഇങ്ങനെ വിഹരിക്കുമെന്നാണ്. സ്വർഗത്തിലെ നദികളിൽ നിന്ന് വെള്ളം കുടിച്ച് സ്വർഗത്തിലെ ഫലങ്ങൾ ഭുജിച്ച് ആ ശുഹദാ ലോകാവസാനം കഴിഞ്ഞ് പുനരുദ്ധാനം വരെ സ്വർഗത്തിൽ കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ ഈ ശുഹദാക്കളെ പടച്ചവൻ വിളിച്ചു. സ്വർഗത്തിൽ വസിക്കുന്ന ശുഹദാക്കളോട് അല്ലാഹു ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിലാഷമുണ്ടോ? ചോദ്യമാണ് ശുഹദാക്കളോട്. അവര് പറഞ്ഞു, പടച്ചവനെ ഞങ്ങൾക്കിനി എന്ത് അഭിലാഷമാണ്, ഞങ്ങൾ ഇനി എന്ത് ആഗ്രഹിക്കാനാണ്? കാരണം നീ ഞങ്ങൾക്ക് നൽകിയ നിഅമത്ത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമഅത് വലാ ഖതറ ബിഖൽബി അലാ വലാ ഖതറ ബിഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ഒന്ന് ഇമാജ് ചെയ്യാൻ പോലും കഴിയാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന റബ്ബേ, ഇനി ഞങ്ങൾ എന്ത് കൊതിക്കാനാണ്, ഞങ്ങൾ എന്ത് ആഗ്രഹിക്കാനാണ്? ശുഹദാക്കൾ പറയാ, അല്ലാഹു പറഞ്ഞത് പറ്റൂല, എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞേ പറ്റുള്ളൂ. റബ്ബ് അവരോട് നിർബന്ധിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, എന്താ അറിയോ, ഒന്നുകൂടി അങ്ങ് തിരിച്ചു പോകണം, ഞങ്ങൾക്കൊന്നുകൂടി മടങ്ങിപ്പോണം ദുനിയാവിലേക്ക്. എന്തിനാ? രണ്ടുദ്ദേശമുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശ്യം, ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുപാട് അവിടെയുണ്ട്, ഞങ്ങളുടെ സഹചാരികൾ അവിടെയുണ്ട്, അവിടെ ചെന്ന് ഞങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളെ സംബന്ധിച്ച് അവരോട് പറയണം, ഷഹീദായാൽ കിട്ടുന്ന പ്രതിഫലത്തെ പറ്റി ഞങ്ങൾക്ക് അവരോട് പറയണം. രണ്ടാമത് ഒന്നുകൂടി ഷഹീദായിട്ട് ഡബിൾ പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി ഷഹീദായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ഈ നിഅമത്തുകളെ സംബന്ധിച്ച് അറിയിക്കുവാനൊരു അവസരം തരണം എന്ന് അല്ലാഹു പറഞ്ഞപ്പോ, അള്ളാഹുവിനോട് ഇവർ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, അത് പറ്റൂല, തിരിച്ചു പോക്ക് നടക്കൂല. ജീവിതം ഒരു വട്ടം തന്നാൽ പിന്നെ രണ്ടാമത് അങ്ങോട്ട് പോയിട്ട് ഒന്നുകൂടി എടുത്തിട്ട് വരാൻ പറ്റില്ല. അതെൻ്റെ അലംഘനീയമായ നിയമമാണ്. ഒരു കാര്യം ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി വിവരം ഞാൻ അവരെ അറിയിച്ചേക്കാം, നിങ്ങൾക്ക് വേണ്ടി ഈ വിവരം ഞാൻ അവരെ അറിയിച്ചേക്കാം. അങ്ങനെ അല്ലാഹു ആയത്തിറക്കുന്നത് എന്ത്? വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതും ബൽ അഹ്യാഉ വലാകിൻ ലാ തശ്ഉറൂൻ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പടവെട്ടി ഷഹീദായവരെ സംബന്ധിച്ച് നീ പറയരുത് അംവാത്ത്, അവർ മരിച്ചവരാണെന്ന് പറയരുത്. ഖുർആൻ മറ്റൊരായത്തിൽ പറഞ്ഞു, ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവരവർക്ക് അന്നം കിട്ടുന്നുണ്ട്, അവർ സ്വർഗത്തിലാണ്. ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് പോലും ശുഹദാക്കൾ ദുനിയാവിൽ വന്നിട്ട്
ഞങ്ങളുടെ സഹോദരങ്ങളോട് ഈ വിവരം പറയട്ടെ, ഞങ്ങൾക്കൊന്ന് മടങ്ങിപ്പോകാൻ അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മടങ്ങിപ്പോകാൻ അവസരം കൊടുക്കാതെ അവരുടെ ആഗ്രഹം അല്ലാഹു അറിയിക്കുക എന്ന ആഗ്രഹം നമ്മളെ അറിയിച്ചതാണ് എന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കൂടുകയാണെങ്കിൽ ശുഹദാക്കളുടെ കൂടുണ്ട്, അവരല്ലേ കൂടുണ്ട്. ചില ആളുകൾ പറയും റൂഹാനിയാണ്. റൂഹാനി വെച്ചാൽ 2 റൂഹിനാ, അവന് റൂഹാനി കൂടിയതാണ്, 2 റൂഹേ ഒരാൾക്ക്. അപ്പൊ ഇങ്ങനെ റൂഹാനിയാണെങ്കിലും ഭീമാ ബിവി ആണെങ്കിലും അജ്മീർ ഹോജയാണെങ്കിലും ആരെങ്കിലും കൂടിയെന്നോ എനിക്കങ്ങനെ സിദ്ധിയുണ്ടെന്നോ അവകാശപ്പെട്ടൊരുത്തൻ വന്നാൽ 7 കൊല്ലം പിടിച്ച് അകത്തിടണം. ക്രിമിനൽ കുറ്റമാണ്. ആ നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കണമെന്നാണ്. മാത്രമല്ല വീണ്ടും കാണാം, ദിവ്യശക്തിയുടെയോ ദുഷ്ടശക്തിയുടെയോ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുക വഴി അത്ഭുതങ്ങൾ കാണിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു മാജിക് കാണിച്ചാൽ മതി. ഇപ്പോൾ ഒരു മന്ത്രവാദി ഉണ്ടല്ലേ, ഏറിലിരിക്കും മൂപ്പര്, ഏറിലിരിക്കുള്ളൂ. അത്ഭുതമാണ്, ഏറിലിങ്ങനെ ഇരിക്കുക മൂപ്പര്. അവസാനം ഇയാളിങ്ങനെ ഏറിലിരിക്കുന്നത് അന്വേഷിച്ചു. അങ്ങനെ മനുഷ്യന്മാരുടെ ഈ വിവരക്കേട് കൊണ്ടിട്ട് പോയി പെടുക. അതിൻ്റെ പേര് ഒരുപാട് സാധുക്കൾ ക്രൂശിക്കപ്പെടും. ഇപ്പോൾ പണ്ട് ഒരു പാലമരം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൂടെ ആരും പോകൂല. പാലെന്ന് വെച്ചാൽ തന്നെ പറയും യക്ഷികളുടെ വിഹാര കേന്ദ്രമാണ്. ഒരു പാവം മരമാണ് ഈ പാല. ആ പാലമരത്തിനടുത്തൂടെ പോകൂല ഒരു മനുഷ്യൻ. കാര്യം എന്താ? അവിടെ രാത്രി പ്രേതം ഉണ്ടാവും, ഭൂതം ഉണ്ടാകും. അതുപോലെ തന്നെ പലജാതി യക്ഷികളുണ്ട്, എൻ്റെ പേരെല്ലാം ഇവിടെ പറയണില്ല. ആ യക്ഷികളുടെ വിഹാര കേന്ദ്രമാണത് ഇതൊക്കെ പറയും. വിശ്വസിക്കും ആളുകൾ. വിശ്വസിക്കാൻ തക്ക തെളിവുകൾ ഉണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. അതിനാധുനികമായ സംവിധാനങ്ങളും സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ചൂട്ട് കത്തിച്ച് രാത്രി ഇടവഴികളിലൂടെ പാട്ടും പാടി വീട്ടിലെത്തിയിരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പാലമരം അവർക്കൊരു പ്രശ്നം തന്നെയായിരുന്നു. കരുന്ന് പാതിരാത്രികളിൽ പാല പൂക്കുന്ന സമയത്ത് ചൂട്ടും കത്തിച്ചുകൊണ്ട് പാലമരച്ചുവട്ടിലൂടെ നടന്നു വരുന്നയാളെ യക്ഷി അടിക്കുമായിരുന്നു. പഴയ കാലഘട്ടത്തിൽ ബോധം കെട്ട് വീഴുമായിരുന്നു. പല ആളുകളും പിറ്റേന്ന് രാവിലെ ചെല്ലുമ്പോഴാണ് മൂപ്പരിങ്ങനെ കിടക്കുന്നുണ്ടാവും. തലേ ദിവസം അടിച്ചതാണെന്ന് പറയും. യഥാർത്ഥത്തിൽ പിന്നീട് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച ആളുകൾ മനസ്സിലാക്കി, ഇപ്പോൾ പാല പൂത്തിട്ട് ആരും ബോധം കെട്ട് വീഴുന്നില്ല, യക്ഷിയുടെ അടി കിട്ടണില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ മനസ്സിലായി, പാല പൂക്കുന്ന സന്ദർഭത്തിൽ വല്ലാത്ത ഒരു ഗന്ധം ഉണ്ടാവും. പാലപ്പൂവിന്റെ മണം അത് വല്ലാത്ത ഒരു ശക്തമായ ഒരു ഗന്ധമാണ്. ആ ഗന്ധത്തിന് പുറമെ പാല പൂക്കുന്ന സന്ദർഭത്തിൽ വളരെ ശക്തിയായി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുമെന്നാണ്. ഈ വലയത്തിൽ പെട്ടുപോകുന്ന ആൾക്ക് ഓക്സിജൻ കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായി അയാൾ ബോധക്ഷയം സംഭവിച്ചു വീഴും. അങ്ങനെയാണ് ഈ യക്ഷി അടിച്ചതാണ് സാധുക്കൾ വിശ്വസിച്ചത്. ഓന്റെ ജഹാലത്ത് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. വിവരക്കേടുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഏതാണ്. അതുകൊണ്ട് കുറെ പാലമരങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. കാരണം വെച്ചാൽ ആരും അതിനെ വെട്ടൂലായിരുന്നു. രക്തം വരും എന്നൊക്കെയാണ് പറയാറ്. ചോര ഒഴുകും, രക്തം വരും. ആ പാലമരം കൊണ്ട് ഗതികെട്ട് പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. സ്വന്തം സ്ഥലം പോകൂല. കാരണം ഇതൊരെണ്ണം ഉണ്ടായാൽ മതി, അവിടെ സ്ഥലത്തിന് വില കുറയും. ആ കൊലത്തിൽ ഗതികെട്ട് പോയ വേറെ കുറെ മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെ ഒരുപാട് മനുഷ്യന്റെ അറിവില്ലായ്മ മൂലം അവൻ തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് സംഗതികളുണ്ട്. അത്ഭുതങ്ങൾ കണ്ടിട്ട് ഞെട്ടിയ രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്നു, ഖബർസ്ഥാനുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒടിയൻ എന്നാ പറയാ, ഒടിയനോ മറ്റെന്താ പറയാ, വെട്ട ഇങ്ങനെ കാണും, തീ ഇങ്ങനെ പാറും, ഖബറിനെ തീ ഇങ്ങനെ പാറുക, എന്തൊക്കെയോ പറയും ഓരോ പ്രദേശത്ത്. സംഗതി എന്തേ, ഈ മനുഷ്യന്റെ എല്ലൊക്കെ കിടന്ന അവിടെ ഫോസ്ഫറസ് ഉണ്ട്, അവിടേക്ക് വെള്ളം വീഴുമ്പോൾ ഇതിങ്ങനെ കത്താണ്, ആളുകയാണ്. അത് കണ്ടിട്ടത് ഒടിയനാണ്, വടിയനാണ്, ചടയനാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഓടിയ മണ്ടിയ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഇതുപോലെ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരുത്തർ ഏറിയിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ, അത്ഭുതം കാണിക്കുകയാണ്. കാരണം ഞാൻ ഒരു ദിവ്യനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അത്ഭുതം കാണിക്കുകയാണ്. അവസാനം ഇയാൾ ഇരിക്കുമ്പോൾ, ഏറിലിരിക്കുമ്പോൾ വടി കുത്തിയ മൂപ്പര് ഇരിക്കുള്ളൂ. ഏറിലിരിക്കണമെങ്കിൽ ഒരു വടി വേണം കയ്യിൽ, വടിയില്ലാതെ ഏറിലിരിക്കാൻ പറ്റുന്നില്ല. അവസാനം പിന്നെ വടിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇയാളിടുന്ന ജുബ്ബയും വടിയൊക്കെ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ വടി അഥവാ കാലൻ കുടയുടെ കാല് പോലെ വളഞ്ഞിരിക്കുന്ന വടിയുടെ അറ്റത്തുകൂടി ഒരു കമ്പി അകത്തേക്ക് പോയിരിക്കുകയാണ്. ആ കമ്പി ഇയാളെ താങ്ങാവുന്ന ശേഷിയുള്ളൊരു കമ്പി വളച്ചിട്ട് മൂപ്പര് കസേര ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ വടി ചെറിയ ഒരു കസേര തന്നെയാ. ഈ വടി ഇങ്ങനെ കുത്തിവെക്കുകയും എന്നിട്ട് ഇയാൾ ഈ കമ്പിയിൽ കയറി ഇരിക്കണത്. ഈ കമ്പി ആകട്ടെ കാണാൻ കഴിയും, കാര്യം അയാളുടെ ജുബ്ബയുടെ ഉള്ളിൽ കൂടെ ഈ കമ്പി ഫിറ്റ് ചെയ്ത് ഇരിക്കണത്. ഇയാൾ മൂപ്പര് ഏറില്ല.
ഇത് കണ്ടിട്ട് ആളുകൾ വലയത്തിൽ പെടുകയാണ്. വേറെ ചില ആളുകൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു സ്വാമി തമിഴ്നാട്ടിൽ വിവാദ പുരുഷനായ ഒരു സ്വാമി, ഒരു സിനിമാ നടിയുടെ പേരിൽ പിന്നെ ലോക കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്വാമി, ആ സ്വാമി പറപ്പിക്കാൻ നോക്കിയത്, പറക്കാന്ന് പറഞ്ഞത്. കുറെ ആളുകൾ പോയിരുന്നു പറക്കാനേ. എന്താ സ്വാമി പറഞ്ഞു പറന്നോളൂ എന്ന് പറയും, ഇവർ കൈയിട്ടടിച്ച് കാണിക്കാണ്, പറക്കാൻ നോക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഈ സാധുക്കൾ വിശ്വസിക്കും. ഇതാണ് മന്ത്രവാദം. ആ മന്ത്രവാദത്തിന്റെ അടിമകളായ ഒരു ജനതയുടെ അവസ്ഥ നാം മനസ്സിലാക്കണം. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുക എന്നുള്ളത്, മാന്യ സഹോദരങ്ങൾ, ഇസ്ലാമിൽ അത്ഭുതം കാണിക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും അത് അത്ഭുതം കാണിച്ചതിന്റെ പേരിൽ ഒരു പ്രത്യേകതയും ഒരാൾക്കും ഇസ്ലാം കാണുന്നില്ല, കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ മൂസ ബിൻ അബ്ദുൽ അഅല സദഫി ഒരിക്കൽ മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ളയെ കണ്ടുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും അഖീദയുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. മൂസ ബിൻ അബ്ദുൽ അഅല സദഫി എന്ന പണ്ഡിതൻ ഒരിക്കൽ ഷാഫി ഇമാമിനെ കണ്ടുകൊണ്ട് ചോദിച്ചു, അല്ല, നിങ്ങളോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇന്ന സ്വാഹിബന ലൈഥ കാന യഖൂൽ, നമ്മുടെ സ്വാഹിബായ ഇമാം ലൈഥ പറയുന്നല്ലോ, അദ്ദേഹം വാദിക്കുന്നുവല്ലോ, എന്ത്? ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ ഫലാ തഗ്തറു ബിഹി, ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും അവന്റെ കാര്യത്തിൽ നീ വഞ്ചിതനാകരുത്. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അവൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനാണോ എന്ന് പരിശോധിച്ചിട്ടല്ലേ അതെ ഒരിക്കലും അവന്റെ അവന്റെ ആ വലയത്തിൽ പെട്ടുപോകരുത് എന്ന് ഇമാം ലൈഥ് പറഞ്ഞത് ശരിയാണോ എന്ന് ഷാഫി ഇമാമിനോട് വേറൊരു പണ്ഡിതനായ മൂസ ബിൻ അബ്ദുൽ അഅല സദഫി പോയി ചോദിച്ചപ്പോ ഷാഫി ഇമാം പറഞ്ഞ മറുപടി ഖസ്സറ ലൈഥു റഹിമഹുല്ലാ, ഇമാം ലൈഥ് പറഞ്ഞത് കുറഞ്ഞുപോയി. അത്രമാത്രം പറഞ്ഞാൽ പോരാ, നേരെ മറിച്ച് ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാ വയതീറു ഫിൽ ഹവാ ഫലാ തഗ്തറു ബിഹി ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, ഒരാൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുകയാണ്. അങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ നടന്ന ആൾ നേരെ പോകുമ്പോൾ ഒറ്റ പറക്കലാ മേപ്പോട്ട്. അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ ചില ഫ്ലൈറ്റൊക്കെ വെള്ളത്തിലിറങ്ങും, ഉണ്ട് അവിടെ തന്നെ കയറിപ്പോവും. ഈ രൂപത്തിൽ ഇയാൾ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഒറ്റ പറക്കൽ വയതീറു ഫിൽ ഹവാ, ആ വായുവിലൂടെ ഇങ്ങനെ മുസല്ല വിരിച്ച് പറന്നു പോകുന്നത് കണ്ടാലും ഫലാ തഗ്തറു ബിഹി, അവന്റെ കാര്യത്തിൽ നീ വഞ്ചിതനാകരുത്. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അവൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനാണോ എങ്കിൽ സ്വീകരിക്കാം, എങ്കിൽ അവനെ പരിഗണിക്കാം. അല്ലാതെ അവൻ പറന്നു എന്നുള്ളതോ അവൻ വെള്ളത്തിന് മുകളിൽ നടന്നു എന്നുള്ളതോ ദീനിൽ മാനദണ്ഡമല്ല. അബൂ യസീദ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞ വാചകം അതിനേക്കാളും ഫിറ്റാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലദീ യംശി അലൽ മാ ലൈസ ബിഅജബ്, വെള്ളത്തിലൂടെ നടക്കൽ അത്ഭുതമേ അല്ല. ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നാൽ അതൊരു അത്ഭുതമായി മനസ്സിലാക്കണ്ട. ലില്ലാഹി ഖൽഖുൻ കസീറുൻ യംശൂന അലൽ മാ ലൈസ ലഹും ഇൻദല്ലാഹി ഖീമ, ചില ആളുകൾ അങ്ങനെയുണ്ട്, ചില ജീവികളുണ്ട്, അല്ലാഹുക്ക് ചില പടപ്പുകളുണ്ട്. ലില്ലാഹി ഖൽഖുൻ കസീറുൻ, പടച്ചവൻ ഒരുപാട് പടപ്പുണ്ട്. അങ്ങനെ എന്ത്? അവർ വെള്ളത്തിലൂടെ നടക്കും, പിന്നെ കുറെ കരയിലൂടെ നടക്കും. അങ്ങനെ അല്ലാതെ എത്ര പടപ്പുണ്ട് നിങ്ങളെ തവള, അങ്ങനെ വെള്ളത്തിലൂടെ നടക്കും, പിന്നെ കരയിലൂടെ നടക്കും. ആമ, അപ്പൊ അങ്ങനെ വെള്ളത്തിലൂടെ നടക്കണതാണ്, പിന്നെ കരയിലൂടെ നടക്കണതാണ്. അതുകൊണ്ട് ആമ ഔലിയ എന്ന് പറയാതിരിക്കണ്ട. ഇത് ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. നമ്മൾ മുസ്ലിം ആയതിന്റെ പേരിൽ അഭിമാനിക്കേണ്ട നിമിഷമാണ് ഇതൊക്കെ. കേരളത്തിൽ മദ്യം നിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു വാർത്ത തന്നെയാണ്. പക്ഷേ ഒരു മുസ്ലിം അഭിമാനിക്കണം. നമ്മൾ മദ്യം നിഷിദ്ധായതൊരു ഗവൺമെന്റ് നിരോധിച്ചുകൊണ്ടൊന്നുമല്ല, നേരെ മറിച്ച് മുസ്ലിം ആയതിന്റെ പേരിൽ മദ്യം ഒഴിവാക്കിയവരാ നമ്മൾ. ഇവിടെ ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും ആധുനിക സമൂഹം ഒരുപാട് ചിന്തിച്ച് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അന്ധവിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ഇത്തരം ജനദ്രോഹ പ്രവർത്തനങ്ങളെയും നിരോധിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെടുമ്പോ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം ഇത്തരത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സമൂഹമാണ് നാം എന്ന അഭിമാനബോധത്തോടെ തിരിച്ചറിയേണ്ട ഒരു നിമിഷം കൂടിയാണിത്. നാം മനസ്സിലാക്കണം, ഈ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവരേണ്ട നിയമമാണത്. അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ആളെ പറ്റിക്കുന്ന ഏർപ്പാടുകൾ. പിന്നെ എന്താണ്? മാനസിക രോഗികളെ അവർക്ക് പിശാചുബാധയുണ്ടെന്ന് പറഞ്ഞ് ശിക്ഷിക്കുകയോ അടിക്കുകയോ ചെയ്യുക. നിങ്ങളെന്താ മനസ്സിലാക്കിയത് മാനസിക രോഗികളെ സംബന്ധിച്ച്? ഏതൊരുത്തരും തട്ട, ഏതൊരാൾക്കും കൊട്ട, മാനസിക രോഗമാണല്ലോ, അവനറിയില്ലല്ലോ, പാവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ മനുഷ്യന്റെ അവസ്ഥ. ഒരാൾക്ക് മാനസിക രോഗം ബാധിച്ചാൽ അവനെവിടെയും കൊണ്ടുപോയി കൊടുക്കാം, ആരെ കൊണ്ടുപോയി ഏൽപ്പിക്കാം. ഏർവാടിയുടെ മണ്ണിൽ പാവപ്പെട്ട മാനസിക രോഗികളെ ചങ്ങലക്കിട്ടിട്ട് അവസാനം അവരെ പാർപ്പിച്ച ആലയത്തിന് അല്ലെങ്കിൽ ആ ചെറ്റപ്പുരക്ക് തീ പിടിച്ചിട്ട് ഒന്ന് ഇറങ്ങി ഓടാൻ പോലും കഴിയാതെ നിരപരാധികളായ ഭ്രാന്ത് പിടിച്ച മജ്നൂനായ മാനസിക രോഗികൾ അവിടെ കിടന്ന് വെന്ത് മരിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം.
ഒരാളുണ്ടായില്ല സാധുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ. ഇവിടുണ്ട് മാനസിക രോഗികളെ അടിച്ചും ഇടിച്ചും കൊല്ലുന്ന ആളുകൾ, ചവിട്ടുന്ന ആളുകൾ, ചങ്കിൽ ചവിട്ടാൻ തെളിവുദ്ധരിക്കുന്ന ആളുകൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ? ദീനിന്റെ നിയമം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. ആ ദീനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ മുറ അലാ അലിയും ബിമജ്നൂനത്തി ബനി ഫുലാന ഖദ് സനത് വഹിയ തുർജം, ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് വ്യഭിചരിച്ചു. ആ പെണ്ണ് ഭ്രാന്തിയാണ്, ഭ്രാന്തുള്ള പെണ്ണാണ്. അവൾ വ്യഭിചരിച്ചു. കോർട്ടിൽ പ്രശ്നം വന്നു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജഡ്ജ്മെന്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അവൾ വ്യഭിചാരിണിയാണ്, വിവാഹിതയാണ്, നിയമം നടപ്പാക്കണം, അവളെ എറിഞ്ഞു കൊല്ലണം. ആ സ്ത്രീയും ബന്ധുക്കളും നേരെ പോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക്. എന്നിട്ട് വിവരം പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, അമർത ബിറജ്മി ഫുലാന, ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ താങ്കൾ കൽപ്പന പുറപ്പെടുവിച്ചുവോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, നഅം, അതെ, കാരണം അവൾ വ്യഭിചാരിണിയാണ്. ഇസ്ലാമിന്റെ നിയമം, ഒരു ആൾ, അതെ, അദ്ദേഹം വിവാഹിതനാണെങ്കിൽ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ആ നിയമം ഞാൻ നടപ്പാക്കി പറഞ്ഞു. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അമാ തദ്കുറു ഖൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്ത്? റുഫിഅൽ ഖലമു അൻ സലാസ, മൂന്നാളുകളുടെ മേൽ പേന ഉയർത്തപ്പെട്ടു. മൂന്ന് കൂട്ടം ആളുകൾ. ആരാണവർ? ഒന്ന് അനിന്നാഇമി ഹത്താ യസ്തൈഖില, ഉറങ്ങിപ്പോയൊരാൾ അയാൾ ഉണരുന്നത് വരെ അയാൾക്ക് ദീനിന്റെ നിയമങ്ങളിൽ ഇളവുണ്ട്. മാത്രമല്ല ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ. അതുപോലെ തന്നെ വാനിൽ മജ്നൂൻ ഹത്താ യുഫീഖ്, ഒരു ഭ്രാന്തന്, മാനസിക രോഗിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത് വരെ ഒരു നിയമവും അയാൾക്ക് ബാധകമല്ല എന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബദ്ധം പറ്റിയതാണ്, ഫഹുല്ലിയ ബിഹാ, അവളെ വെറുതെ വിട്ടേക്ക്. ദീനിന്റെ ഇളവാത്, ഇസ്ലാമിന്റെ ഇളവാ. ഒരു ഹദ്ദെടുക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഭ്രാന്തന്, ഭ്രാന്തിക്ക് ഒരു നിയമത്തിൽ ഇളവുണ്ട് എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഒരു ഭ്രാന്തനും ഭ്രാന്തിയും നമസ്കരിക്കേണ്ടതില്ല, അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല, ഇസ്ലാമിന്റെ ഒരു നിയമവും അവർക്ക് ബാധകമല്ല, അവർക്ക് ഹജ്ജ് ചെയ്യേണ്ടതില്ല. സ്വബോധമുണ്ടാകുന്നത് വരെ അവർക്ക് ദീനിന്റെ എല്ലാ വിഷയത്തിലും അള്ളാഹു ഇളവ് കൊടുത്തു. പക്ഷെ ഇവരോ, ഈ മന്ത്രവാദികളോ, ആർക്കെങ്കിലും സ്വാഭാവികമായിട്ട് മാനസിക രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പകരം അള്ള കൊടുക്കാന്ന് പറഞ്ഞ സ്വർഗമാണ്. സ്വർഗം കൊടുക്കാമെന്നാ പറഞ്ഞത്. അപസ്മാര രോഗിക്ക് അള്ള കൊടുക്കാമെന്ന് പറഞ്ഞത് സ്വർഗമാണ്. സ്വർഗമാണ് പടച്ചവൻ പകരം കൊടുക്കുക. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അപസ്മാരം ബാധിച്ചൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയേ ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും, ഞാനൊരു അപസ്മാര രോഗിയാണ്, ഇന്നി ഉസ്ര, ഞാൻ അപസ്മാരം ബാധിച്ച പെണ്ണാണ്, ബോധം കെട്ട് വീടാറുണ്ട്. നീ പറഞ്ഞു, നീ ക്ഷമിച്ചാൽ മോളെ നിനക്ക് സ്വർഗമാണ്, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുറപ്പാണ്, ഈ രോഗം കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടും. വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്താം, ദുആ ചെയ്താൽ രോഗം മാറിപ്പോകും, പിന്നെ ഞാൻ ഉറപ്പ് പറയില്ല. രോഗം ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗം ഞാൻ ഉറപ്പ് പറയാം. ആ പെണ്ണ് നബിയോട് പറഞ്ഞെന്നറിയോ, നബിയെ എൻ്റെ രോഗം അവിടെ ഉണ്ടായിക്കോട്ടെ, ഞാൻ അധ്വാനിക്കുന്നതും ഞാൻ ജീവിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും അള്ളാഹിന്റെ സ്വർഗത്തിന് വേണ്ടിയല്ലേ, ആ രോഗം അവിടെ നിന്നോട്ട് മാറണ്ട. പക്ഷേ ഞാൻ ബോധരഹിതയായി വീഴുമ്പോ എന്റെ വസ്ത്രം നീങ്ങിപ്പോകുന്നു നബിയെ, ആളുകളുടെ മുന്നിൽ ഞാൻ അപമാനിതരാകുന്നു, അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് അങ്ങൊന്ന് ദുആ ചെയ്യുമോ? നബി പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ ദുആ ചെയ്യാം. നബി ദുആ ചെയ്തു. പിന്നെ മരിക്കുന്നത് വരെ ആ പെൺകുട്ടി അപസ്മാരം ബാധിച്ച് നിലത്ത് വീണാൽ വസ്ത്രം നീങ്ങിയിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ അപസ്മാരം ബാധിച്ച ആൾക്ക് അള്ളാഹു കൊടുത്തത് സ്വർഗമാണ്, വാഗ്ദാനം ചെയ്ത സ്വർഗമാണ്. കാരണം അത്രമാത്രം പ്രയാസവും ദുരിതവും അവർ അതിന്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു ഔദാര്യം കാണിച്ച ഒരു ജനവിഭാഗത്തോടാണ് മന്ത്രവാദികൾ കൈക്കരുത്ത് കാട്ടുന്നത്, ചവിട്ടുന്നത്, ഇടിക്കുന്നത് എന്ന് മാത്രമല്ല അതിന് തെളിവുണ്ടാക്കുന്നത്. ഇത് നിരോധിക്കപ്പെടേണ്ട മാന്യ സഹോദരങ്ങളെ, അവർക്കില്ല അവകാശം, ബോധം നഷ്ടപ്പെട്ടവരില്ല അവകാശം, അവന് വേണ്ട ജീവിത സ്വാതന്ത്ര്യം, ഇതൊക്കെ വേണം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പോഴത്തെ അവസ്ഥ, നവോത്ഥാനം നടത്താൻ വന്നവനും
AP പറഞ്ഞ പോലെ യർഹമുല്ലാ, അള്ളാഹു മഗ്ഫിറത്തിൽ ഗ്രഹിക്കുമാറാകട്ടെ. AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. അവസാനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തൊരു പരിപാടി ആമയൂർ നടക്കുമ്പോൾ അവിടെ ഞാൻ ഒരു ചെറിയ പ്രസംഗകനായി പോയതാണ്. AP അന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൻ്റെ ആ ഘട്ടത്തിൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് സരളമായ ഭാഷയിൽ പറഞ്ഞു, പൊട്ടക്കിണറ്റിൽ വീണുപോയ ഒരു ജനത അവിടെ ചെന്നു. നല്ല ആളുണ്ട് ആ കിണറിന്, വല്ലാത്ത വഴുക്കലുണ്ട് ആ കിണറിന്. ആ കിണറാകെ വളരെ മോശമാണ്, ശോചനീയാണ്. അതിൻ്റെ അകത്ത ഒരു ജനത അവിടേക്ക് ഇറങ്ങി, പ്രയാസപ്പെട്ടിറങ്ങി. എന്നിട്ട് ആ ജനതയെ എടുത്ത് കഷ്ടപ്പെട്ട് പൊക്കി വലിച്ച് കയറ്റി കരക്കൊണ്ടുവന്ന് നിർത്തി. ഈ കാക്ക എന്താ ചെയ്യുന്നറിയോ? ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒറ്റ ചാട്ടം തിരിച്ച് കരക്ക് കഷ്ടപ്പെട്ട് കൊണ്ട് നിർത്തിയിട്ട് മൂപ്പരിങ്ങനെ മോളി വന്ന് ശ്വാസമൊക്കെ നോക്കി അപ്പുറത്തുപ്പുറത്തൊക്കെ നോക്കിയിട്ട് ഒറ്റ ചാട്ടം തിരിച്ച്. ഈ ഒരു ദുരന്തത്തിലേക്ക് ഇന്ന് വലിയൊരു ജനവിഭാഗം പെട്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോ മന്ത്രവാദം എന്ന് പറയുന്ന തന്നെ അരോചകമായി തോന്നിയ ഒരു ജനവിഭാഗം അവരാരായിരുന്നു അറിയോ? ഒരു കാലഘട്ടത്തിൽ അവർ മുജാഹിദുകൾ എന്ന് പറഞ്ഞ ആളുകളായിരുന്നു. ഐക്യത്തിനെതിരെ, തകിടിനെതിരെ, അതുപോലെ തന്നെ മന്ത്രിച്ചൂതിയ വെള്ളത്തിനെതിരെ, മന്ത്രവാദികളുടെ ഈ രൂപത്തിലുള്ള എല്ലാവിധ വിഘടന പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായി വാദിച്ചവരായിരുന്നു. ഇപ്പൊ മന്ത്രവാദം എന്ന് കേട്ടാൽ ഒരു ചോദിക്കാം, ഇപ്പൊ ഞങ്ങൾക്കെതിരെ പരിപാടി നിങ്ങൾക്ക് നിർത്താനായില്ലേ? ഞങ്ങൾക്കെതിരെ പരിപാടി നിങ്ങൾക്ക് നിർത്താനായില്ലേ? എന്താ ഇവിടെ ഇതിനുള്ളിൽ സംഭവിച്ചത്? കേവലം ഒരു കൊല്ലക്കാലം കൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ ഇങ്ങനെ ബേജാറാകുന്നത്? എന്താ പേടിക്കുന്നത്? മറ്റൊന്നല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതിനു മാത്രം ഇവർ എഴുതിക്കൂട്ടി കേരളത്തിന്റെ മണ്ണിൽ പ്രസിദ്ധീകരിച്ചു, കേരള സമൂഹത്തെ പഠിപ്പിച്ചു. ഈ കാലമത്രയും അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനുമൊക്കെ ജിന്നുവാദികളായ അല്ലെങ്കിൽ ഈ മന്ത്രവാദികളായ ആളുകൾക്ക് ഒരു തെളിവും ഉണ്ടായിട്ടില്ല, ഒരു തെളിവും അവർക്ക് നിരത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ പുസ്തകം എഴുതിയത് KK സക്കരിയ സ്വലാഹിയാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഖത്തർ കന്നഡ ഇസ്ലാമിക് ദഅവ സെന്റർ ആണ്. അത് പ്രസിദ്ധീകരിച്ചത് മലയാളക്കരയിൽ ആളെ കിട്ടാഞ്ഞിട്ട് കന്നഡ ഇസ്ലാമിക് ദഅവ സെന്ററിന്റെ പേരിൽ പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഈ വിഷയമായി നടന്ന പല രേഖകളും ഉൾപ്പെടുത്തി. അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ ഒരു സംഘടന എന്ന നിലക്ക് ഇവരൊക്കെ എഴുതി തന്നത് ഒരു സംഘടനയുടെ ആ ഒരു സ്വഭാവം കൊണ്ട് പരസ്യമായിട്ട് എടുത്തു ധരിക്കാനോ തെളിവ് ധരിക്കാനോ ഒന്നും പറ്റില്ല. അത് സംഘടനയുടെ ഒരു ശക്തമായ നിലപാടാണ്. പക്ഷെ അത് മുഴുവനും കൊണ്ടുവന്നിട്ട് ഇവർ ക്രോഡീകരിച്ച് പുസ്തകമാക്കി, തടിച്ചൊരു പുസ്തകമാക്കി. ഈ പുസ്തകത്തിൽ അനുബന്ധം 2 നിങ്ങൾക്ക് കാണാം. കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മന്ത്രവാദികൾക്കെതിരെ ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. ഇത് ഏതെങ്കിലും വ്യക്തികൾ എഴുതി അവരുടെ താല്പര്യത്തിന് വേണ്ടി എഴുതിയതൊന്നുമല്ല. നേരെ മറിച്ച് ആ ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാവിധ ഔദ്യോഗികതകളും പാലിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം എഴുതിയപ്പോ കേരളത്തിന്റെ മണ്ണിൽ 38 ആളുകൾ ഒപ്പിട്ടുകൊണ്ട് ഈ പുസ്തകത്തിനെതിരെ ഒരു കത്ത് ജംഇയ്യത്തുൽ ഉലമക്ക് കൊടുത്തു. 38 ആളുകൾ ഒപ്പിട്ട്. അതിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ മറ സ്വീകരിച്ചുകൊണ്ട് വന്ന വിസ്റ്റം ജിന്ന് കമ്പനിയുടെ നേതാക്കൾ മുഴുവനുമുണ്ട്. അവരുടെ തലപ്പത്തുള്ള വിസ്റ്റം ജിന്ന് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഞങ്ങൾ വിസ്റ്റത്തിന്റെ ആളുകളാണ് എന്നാണ് അവർ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി. ഇപ്പൊ പറയുന്നത് അരി, പയറ്, പഞ്ചസാര, അതിൻ്റെയൊക്കെ വിപണനവും അതുപോലെ തന്നെ അതൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ സതുദ്ദേശപരമായ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. ഒക്കെ വാങ്ങിക്കോ. അപ്പം അത് കഴിഞ്ഞ് കണ്ടു ഇപ്പോൾ ഞങ്ങൾ ക്ലോസറ്റ് കൊടുക്കുന്നുണ്ട്. ഒക്കെ ആവശ്യമായിട്ട് വരും. ക്ലോസറ്റ്, നിങ്ങൾ അരിയോ പയറോ പഞ്ചസാരയോ ക്ലോസറ്റോ എന്ത് വേണേലും കൊടുത്തോ, നമുക്കതിൽ വിചാരില്ല. ഇനി ആരെങ്കിലും അടുക്കൽ, അർഹരായ ആരെങ്കിലും അടുക്കൽ ഇത്തരം ആളുകൾ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ ക്ലോസറ്റ് ഉണ്ട്, ഞങ്ങളെ തരാം, അതല്ല ഞങ്ങളുടെ അരിയുണ്ട് പഞ്ചസാര എന്ന് പറഞ്ഞാൽ അർഹരായ ആളുകൾ വാങ്ങിക്കോ, കാരണം അത് അവൻ്റെ പൈസ അല്ല. ഇത് പാവപ്പെട്ട അറബികളായ ആളുകൾ അവർ സ്വതക്ക ചെയ്യുന്ന പൈസ ഇവർ പോയി ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നാട്ടിൽ അവരുടേതുപോലെ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അർഹരായ ആളുകൾ വേണ്ടാന്ന് പറയണ്ട. പക്ഷേ അവർ കൊണ്ടുവരുന്ന ആദർശം അല്ലെങ്കിൽ ക്ലോസറ്റിൽ അവർ ഇട്ട് തരുന്ന ആദർശം നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട. ഇവിടെ ക്രൈസ്തവ മിഷണറി കടന്നു വന്നു ഒരു കാലഘട്ടത്തിൽ. എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പഴയ കാലഘട്ടങ്ങളിൽ മലബാർ പ്രദേശങ്ങളിൽ അവർ കടന്നു വന്നു. എന്നിട്ട് അടുപ്പിൽ തീ പുകയാത്ത കാലഘട്ടത്തിൽ
കോഴിമുട്ട കൊടുത്തിട്ട് കപ്പ വാങ്ങിയിട്ട് മക്കൾക്ക് തീറ്റിയ കാലഘട്ടത്തിൽ അവിടുത്തെ ഉമ്മമാരെ സമീപിച്ചിട്ട് അരി പയർ പഞ്ചസാര ഇങ്ങനെ കൊടുക്കുക, സായിപ്പേ എന്നിട്ട് കൂട്ടത്തിൽ ലഘുലേഖയും അതിങ്ങനെ വാങ്ങിയിട്ട് ഉമ്മാമ പോരുക, അരിയും പഞ്ചസാരയും പയറും ഒക്കെ വാങ്ങി ഈ സായിപ്പിന്റെ അടുക്കുന്ന എല്ലാം വാങ്ങി സായിപ്പിന്റെ ഉപദേശമൊക്കെ കേട്ടിട്ട് വല്ലുമ്മ വീട്ടിൽ വന്നിട്ട് ഒരു നിശ്വാസം വിട്ടിട്ട് പറഞ്ഞു, എത്ര നല്ല മനുഷ്യനാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാഫറായി പോയില്ലേ. സായിപ്പിന്റെ ഉദ്ദേശം പൊട്ടിപ്പോയി. കാരണം ഉമ്മമ്മക്കറിയാം അരിയല്ല പയറല്ല പഞ്ചസാരയല്ല വലുത്, ഹിദായത്താണ്. അത് അരി തിന്നാ കിട്ടൂല, പയർ തിന്നാ കിട്ടൂല, അത് അള്ളാഹു സൗഭാഗ്യമായി തരേണ്ടതാണ്. അരിയേക്കാളും പയറിനേക്കാളും പഞ്ചസാരയെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പെട്ടത് ഹിദായത്താണ്. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഒരിക്കലും ശിർക്ക് ചെയ്യരുത് എന്നും ഹറാമിന്റെ മാർഗത്തിലൂടെ പോകരുത് എന്നും പഠിപ്പിക്കപ്പെട്ട ഉമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാഫറായി പോയില്ലേ. ഇതുപോലെ വിസ്റ്റം എന്ന് പേരിട്ടിട്ട് ഇപ്പോൾ ഡോർ ടു ഡോർ, എന്തോ കാർഗോ സർവീസ് പോലെ ഡോർ ടു ഡോർ. നമ്മൾ പണ്ടിരുന്ന നമ്മുടെ സ്കോഡിനാണ് ഈ പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ പറയും സ്കോഡ്, നമ്മളിന്ന് സ്കോഡ് ഉണ്ട് കേട്ടോ, ജില്ലാ സ്കോഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു മണ്ഡല സ്കോഡ് ഉണ്ട്, ഒരു ശാഖാ സ്കോഡ് ഉണ്ട് നമ്മൾ പറയാം. ഇതങ്ങനെ വിസ്റ്റം ഡോർ ടു ഡോർ, എന്തോ കാർഗോ സർവീസ് നടത്തുന്ന പോലെ ആയിക്കോട്ടെ. നമുക്ക് ഒരു വിരോധമില്ല, ഒരു വിഷമമില്ല. ഈ ഡോർ ടു ഡോർ ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം, എന്താണ് ഈ സമൂഹത്തെ നിങ്ങൾ വിളമ്പിക്കൊടുത്തത്? 38 ആളുകൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് ഒരു രേഖ. ആ 38 പേര് ഒപ്പിട്ട് കൊടുത്ത രേഖയിൽ എന്താ കൊടുക്കണമെന്നറിയോ? മന്ത്രം നടത്തുമ്പോ ചങ്കിൽ ചവിട്ടാൻ തെളിവ് ഇമാം ബുഖാരി തന്റെ സഹീൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മന്ത്രവാദം, അതിന് മന്ത്രവാദം എന്ന് പറയാ. മന്ത്രം നടത്തുമ്പോ ചങ്കിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് തെളിവ് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അനുബന്ധം 2 ചേർത്തത്. ഞാൻ വായിച്ചു തരാം, എവിടുന്ന തെളിവ് കിട്ടിയെന്നറിയോ? ഇവർ ബുഖാരി മുഴുവൻ ഇങ്ങനെ അരിച്ചു പെറുക്കി ചവിട്ടി ചികിത്സിക്കാനും അതുപോലെ തന്നെ അടിച്ചു ചികിത്സിക്കാനും വല്ല തെളിവുമുണ്ടോ എന്ന് ഇമാം ബുഖാരി മുഴുവനും പരിശോധിച്ചു നോക്കുമ്പോ ഇതാ ഒരു തെളിവ് അവർക്ക് കിട്ടി. ഇനിയും തെളിവ് വേണോ എന്നുവെച്ചാൽ ഒരുപാട് തെളിവുണ്ട്, ഇനിയും തെളിവ് വേണോ എന്നാണ്. എന്നിട്ട് എന്താ, എങ്കിൽ ഒന്നുകൂടി കാണുക. കുറെ തെളിവുണ്ട്, പിന്നെ പ്രധാനപ്പെട്ടൊരു തെളിവെന്ന നിലക്ക് ഒന്നുകൂടി കാണുക. എന്ത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ പഴയകാല കഷ്ടപ്പാടുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. നമ്മുടെ ഒരു ഹദീസ് കൊടുക്കുകയാണ്, ബുഖാരി 7324 ഹദീസ്. എന്നിട്ട് എന്താ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മിമ്പറിനും ആയിഷാബിയുടെ റൂമിനുമിടയിൽ ബോധരഹിതനായി വീഴുന്ന രംഗം കാണുകയാണ്. അപ്പോൾ വരുന്നവൻ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാല് വെക്കും. ഞാൻ ഭ്രാന്തനായി കാണപ്പെട്ടിരുന്നു, എന്നാൽ എനിക്ക് ഭ്രാന്തായിരുന്നില്ല, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു. സഹീഹുൽ ബുഖാരി. ഇത് ആ ഹദീസ് കൊടുത്തിട്ട് പിന്നെ അനുബന്ധം കൊടുക്കുക കേട്ടോ. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഭ്രാന്തായിരിക്കുമെന്ന് സഹാബികൾ വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു സഹാബിയെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? അപ്പൊ പിന്നെ ചവിട്ടിയത് എന്തിനാ? അത് ജിന്ന് ബാധിച്ച് കിടക്കാണ്, അപ്പൊ ജിന്നിറക്കാൻ ചവിട്ടിയതാണ്. ആലോചിച്ച് നോക്കൂ. ഈ പുസ്തകത്തിൽ തെളിവുദ്ധരിച്ചിട്ട് ഇതിന്റെ 188 പേജിൽ അനുബന്ധം 2 ചേർത്തിരിക്കുകയാണ്. ചങ്കിൽ ചവിട്ടാൻ സിറാജുദ്ദീൻ മുസ്ലിയാരെ സുന്നത്ത് നടപ്പാക്കിയത് ഹസീനയുടെ നെഞ്ചത്തെ. ഈ നിയമപ്രകാരം സിറാജുദ്ദീൻ മുസ്ലിയാർ നടത്തിയ സുന്നത്തല്ലടോ. കാരണം എന്താ, ചങ്കിൽ ചവിട്ടാമെങ്കിൽ നട്ടലും ചവിട്ടിക്കൂടെ? അപ്പൊ സിറാജുദ്ദീൻ മുസ്ലിയാർ ക്രിമിനലാണോ അതോ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നടപ്പാക്കിയ ആളാണോ? ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത്ര ചങ്കിൽ ചവിട്ടി ചികിത്സിക്കാൻ. ഈ ഒപ്പിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ, ഇത് എഴുതി കൊടുത്ത ആൾക്കാരുണ്ട്. ഒന്ന് അബൂബക്കർ സലഫിയാണ്, നമ്മുടെ വിസ്റ്റം ജിന്ന് കമ്പനിയുടെ വലിയൊരു നേതാവാണ് അബൂബക്കർ സലഫി. അതുപോലെ തന്നെ 38ഓളം വരുന്ന നമ്മുടെ പള്ളികളിൽ മെമ്പറുകൾ കയറി ഖുത്ബ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. അവരെ ചങ്കിൽ ചവിട്ടാൻ ബുഖാരിയുടെ തെളിവ് ധരിച്ചു കൊടുക്കണം മന്ത്രവാദികൾക്ക്. നിങ്ങൾ ചിന്തിക്കണം എത്രത്തോളം അധപ്പതിച്ചു പോയി ഈ ജനവിഭാഗം. ഇത് വളരെയധികം ആസൂത്രിതമായി വന്നതാണ്, വെറുതെ ഒന്നല്ല. ഈ മന്ത്രവാദം എന്ന് കേട്ടപ്പോ എന്താ ബേജാറെന്നറിയോ? സർവ്വ മന്ത്രവാദികളെയും തുരത്തും ഞങ്ങൾ, നിലം തൊടിക്കൂല. ഇത് 1 വർഷം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിച്ചതാണ് കേരളത്തിന്റെ മണ്ണിൽ. നിലം തൊടിക്കാൻ അനുവദിക്കില്ല ഈ ദുർമന്ത്രവാദത്തെ. ഒന്നിനെപ്പോലും കേരളത്തിന്റെ മണ്ണിൽ അതിന് സമ്മതിക്കില്ല. മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അവ തെളിവ് ധരിച്ചു, ബുഖാരിയുടെ തെളിവ് കൊണ്ടുവന്നു. മാത്രമല്ല പല നിലക്കുള്ള അന്ധവിശ്വാസങ്ങളും വ്യാപകമായി ഇവിടെ കൊണ്ടുവന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങളെപ്പോലും
മന്ത്രവാദികൾ സ്വാധീനിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇടക്കാലഘട്ടത്തിൽ ഉണ്ടായത് ഇത് ഇപ്പോൾ ഉണ്ടായ ഒരു പ്രതിഭാസമല്ല. ഇതിപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ മാത്രം ബാധിച്ചൊരു പ്രശ്നമല്ല ഇത്. നിങ്ങൾ അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജിന്നു വന്നു. ഈ നവോത്ഥാനത്തിന് വേണ്ടി അടരാടി ഒരു പ്രസ്ഥാനത്തിലേക്ക് ജിന്നു വന്നു, പ്രശ്നം ഉണ്ടാക്കിയ നാട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയണത്. ഈ ജാതി ഒരു ചർച്ചയോടും താല്പര്യമില്ലാത്ത ഒരു ജനവിഭാഗമാണ് അവര് എന്ന് നിങ്ങൾക്ക് കഥ അറിയോ, സംഭവം അറിയോ? ഈ ജാതി ഒരു കാര്യത്തോടും ഒരു താല്പര്യമില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി ഈ അടുത്ത കാലഘട്ടത്തിൽ വളരെയധികം അധ്വാനിച്ചത് സിനിമകൾക്ക് വേണ്ടിയാണ്. പണിയെടുത്തതും പ്രചരണം കൊടുത്ത സിനിമകൾക്ക് വേണ്ടിയാണ്. SIOബിന്റെ സംസ്ഥാന നേതാവായിരുന്ന C. ദാവൂദ് സാഹിബ് എഴുതിയ മാതൃഭൂമിയിൽ എഴുതിയ ലേഖന, പ്രബോധനത്തിൽ എഴുതിയാണെങ്കിൽ റാപ്പർ പോലും പൊട്ടില്ല, അത് അവിടെ കിടന്നോളും. പക്ഷേ ഇത് മാതൃഭൂമി ആളുകൾ 10 ആൾ വായിക്കുന്ന മാതൃഭൂമിയിൽ കൊണ്ടുപോയി എഴുതി C. ദാവൂദ് സാഹിബ് എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ കാണാം ഹലാൽ സിനിമയും ഹറാം സിനിമയും. മനസ്സിലാക്കണം, 2 ജാതി ഉണ്ടെന്ന്. ഇവർക്കെല്ലാം 2 ജാതി ഉണ്ട്. അരീക്കോട് അടുത്ത് കുറെ ആദിവാസികൾ സമരം ചെയ്തു. എന്തേ സമരം എന്നറിയോ? അവിടെ പൊടിക്കള്ള് വിതരണം ചെയ്യാ, പൊടിക്കള്ളേ. അപ്പൊ ആദിവാസികൾ പ്രശ്നമായി. തങ്ങളുടെ കണവന്മാർ പോയിട്ട് പൊടിക്കള്ള് കുടിച്ചിട്ട് ആകെ വട്ടം തിരിഞ്ഞ വീട്ടിൽ വന്ന് കിടക്കുക. പകലന്തിയോളം പണിയെടുത്തിട്ട് കാടുകളിൽ പോയി പണിയെടുത്തുകൊണ്ടിരുന്ന ആദിവാസി പെണ്ണുങ്ങൾ പണിയെടുത്തുകൊണ്ടിരുന്ന പണം മുഴുവൻ തന്റെ കണവന് വേണ്ടി മുടക്കുക. അങ്ങനെ ആകെ പ്രയാസമായി. പൊടിക്കള്ള് കുടിച്ചിട്ട് കരളും ചങ്കും തകർന്നു പോയ തങ്ങളുടെ കണവന്മാർ രക്ഷയ്ക്ക് വേണ്ടി ആദിവാസി കുടുംബങ്ങൾ ഒന്നടങ്കം ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, പൊടിക്കള്ള് നിരോധിക്കുക, ഒറിജിനൽ കള്ള് തരിക. അപ്പോഴതുവഴി സോൾഡാറ്റിയുടെ നേതാവ് പോയത്. കൊള്ളാനുള്ള സമരമുണ്ട്, ഓരും കയറിയിരുന്നു. പൊടിക്കള്ള് നിരോധിക്കുക, ഒറിജിനൽ കള്ള് കൊടുക്കുക. അപ്പൊ പൊടിക്കള്ള് ഹറാം, ഒറിജിനൽ കള്ള് ഹലാലാ. അങ്ങനെ അറിഞ്ഞൂടാ. മാതൃഭൂമി പത്രത്തിലെ റിപ്പോർട്ടാണ്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും നിഷേധിച്ചാൽ പിന്നീട് ഞാൻ വായിച്ചു തരാം, കുഴപ്പമില്ല. ഇതുപോലെ ഹലാൽ സിനിമയും ഹറാം സിനിമയും 2 തരം സിനിമ ഉണ്ട്. ആയിക്കോട്ടെ, ഇനി അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇതിനകത്ത് SIOബിന്റെ സംസ്ഥാന നേതാവ് പറഞ്ഞൊരു അനുഭവക്കുറിപ്പ്. ഞാൻ അത് പറയണത് വെച്ചാൽ ഇവർ ഇസ്ലാം ദീനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണം, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയുന്നിടത്ത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഹൈദരാബാദിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിക്കാൻ പോയ രംഗത്തെ സംബന്ധിച്ച് ഇതിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് C. ദാവൂദ് സാഹിബ്. അങ്ങനെ ആ ഹൈദരാബാദിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിക്കാൻ പോയ ഘട്ടത്തിൽ അവിടെ ഒരു വെങ്കടേഷ് സാർ ഉണ്ട്. 2003 ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയുടെ കീഴിലുള്ള സരോജിനി നായിഡു സ്കൂൾ ഓഫ് ആർട്സിൽ സിനിമാ പഠനത്തിന് ചേരുമ്പോൾ ചെറുപ്പം മുതലേ മനസ്സിൽ രൂഢമൂലമായി ബോധം അകമേ കൊളുത്തിവലിക്കാതെയല്ല, ഇസ്ലാമിക മതമൗലികവാദ സംഘടന എന്ന് വിളിക്കപ്പെടാറുള്ള, അതിൽ സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്ന SIOബിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കെ തന്നെ പാതിരാത്രി വരെയൊക്കെ നീളുന്ന സിനിമാ ക്ലാസുകളിൽ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ പലവിധ വികാരങ്ങളുടെ വേലിയേറ്റം തന്നെയായിരുന്നു. ആർക്ക്? C. ദാവൂദിന്റെ മനസ്സിലെ. ആയിക്കോട്ടെ, അങ്ങനെ വേലിയേറ്റം ഉണ്ടായി, അതുമല്ല രസം. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് കാണാം. ഇങ്ങനെ ഈ ഹൈദരാബാദിലെ സെൻട്രൽ സർവകലാശാലയുടെ കീഴിലുള്ള സരോജിനി നായിഡു സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് മദ്രസയിലെ JP അബൂബക്കർ ഉസ്താദിന്റെ ക്ലാസുകൾ മനസ്സിൽ വല്ലാതെ ഉലക്കും. ചെറുപ്പത്തിൽ ഉസ്താദ് മദ്രസയെ പഠിപ്പിച്ച പൊന്നാര മക്കളെ, നിങ്ങൾ ഈ സിനിമക്കൊന്നും പോകരുതെന്നൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെ മനസ്സിൽ വന്ന് ഉലക്കും. മാത്രമല്ല, ശരിക്കും കുഴഞ്ഞുപോയ സന്ദർഭം റമദാൻ മാസത്തിലായിരുന്നു. റമദാൻ മാസമാകുമ്പോൾ ശരിക്കും ഒരു കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞെന്നറിയോ? വെങ്കടേഷ് സാറിന് എന്ത് റമദാൻ, എന്ത് അവസാനത്തെ 10. വെങ്കടേഷ് സാറിനുണ്ട്. ചാത്തപ്പന് എന്ത് മാഷറാന്ന് ചോദിച്ചില്ലേ? ചാത്തപ്പൻ എന്ത് മാഷറാന്ന് ചോദിച്ച പോലെ വെങ്കടേഷ് സാറ് റമദാനും ഇല്ല, അവസാനത്തെ 10 ഇല്ല, ലൈലത്തുൽ ഖദറും ഇല്ല, ഒന്നുമില്ല. മൂപ്പര് ഈ റമദാനിലെ അവസാനത്തെ 10നും പുതിയ കുറേ സിനിമകളുമായി അദ്ദേഹം ക്ലാസ്സിൽ വന്ന് കയറും. രാത്രി 1 മണി വരെയൊക്കെ ക്ലാസ് നീണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രല്ല, മഹ്ദി പട്ടണത്തെ അസീസിയ മസ്ജിദിലെ തറാവീഹ് നമസ്കാരമോ വെങ്കടേഷ് സാറിന്റെ ക്ലാസ്സുകളോ ക്ലേശകരമായ തെരഞ്ഞെടുപ്പിന് നാളുകളായിരുന്നു അത്. മനസ്സിലായോ? റമദാൻ മാസം അവസാനത്തെ 10 വെങ്കടേഷ് സാർ പുതിയ വിദേശ സിനിമകളുമായി കടന്നു വരും. അപ്പോൾ മഹ്ദി പട്ടണത്തിലെ അസീസിയ ജുമാ മസ്ജിദ് തറാവീഹ് നിസ്കാരം കേൾക്കുക. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ചെകുത്താനും കടലിൽ നടുക്കുപെട്ട പോലെ നമ്മുടെ ദാവൂദ് സാറും. എന്നിട്ട് പള്ളിയിലേക്ക് തറാവീഹ് നിസ്കരിക്കാൻ പോണ വെങ്കടേഷ് സാറിന്റെ സിനിമാ ക്ലാസ്സിൽ ഇരിക്കണോ? ക്ലേശകരമായ തെരഞ്ഞെടുപ്പായിരുന്നു അത്. SIOബിന്റെ സംസ്ഥാന നേതാവായിരിക്കുമ്പോൾ തനിക്കുണ്ടായ അനുഭവം C. ദാവൂദ് സാഹിബ് മാതൃഭൂമിയിൽ ഹലാൽ സിനിമയും ഹറാം സിനിമയും എന്ന ടൈറ്റിലിന് കീഴെ എഴുതി വെച്ചു. ഞാൻ വിചാരിച്ചത് ഇത് ഒറ്റപ്പെട്ട ഒരു ദാവൂദ് സാഹിബിന്റെ അനുഭവം മാത്രമായിരിക്കുന്ന. എന്നാൽ നോക്കുമ്പോൾ 2014 ജൂലൈയിൽ ഒരു മാധ്യമം പുറത്തിറക്കി. ഈ പെരുന്നാളിന്, കഴിഞ്ഞ ഈ നോമ്പ് കഴിഞ്ഞ് ഈ പെരുന്നാളിന്, അതിൽ പ്രസിദ്ധനായ തിരക്കഥാകൃത്തായ ഇക്ബാൽ കുറ്റിപ്പുറം ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്.
നമ്മുടെ പുല്ലേപ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാ. അവിടെ ഇവിടെ വായിച്ചേ പറ്റുള്ളൂ. ഇവിടെ അടുത്തൊരു സെന്റർ ഉണ്ടല്ലോ, ഇസ്ലാമിക് സെന്റർ. അവിടെ ഇബ്രാഹിം കുറ്റിപ്പുറത്തിനുണ്ടായ അനുഭവം പറയാണ്. ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇസ്ലാമിക് സെന്ററിലാണ് ഇദ്ദേഹത്തിന്റെ ഉപ്പ കൊണ്ട് താമസിക്കും. മഹാനഗരത്തിൽ വഴിപിഴച്ചു പോകാതിരിക്കാനായിരിക്കണം പുല്ലേപ്പടിയിലെ ഇസ്ലാമിക് സെന്ററിന്റെ ഹോസ്റ്റലാണ് ഉപ്പ എന്നെ താമസിപ്പിച്ചത്. നന്നാകാൻ വേണ്ടി താമസിപ്പിച്ചതാ. എന്താ ഉണ്ടായെന്ന് അദ്ദേഹം പറയട്ടോ. പക്ഷേ ഹോസ്റ്റലിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലായപ്പോൾ ഞാൻ ഉള്ളിൽ ചിരിച്ചു. ഇസ്ലാമിക് സെന്ററിൽ നിന്ന് നഗരത്തിലെ തറവാടി തിയേറ്ററുകളിലേക്കെല്ലാം സമദൂരം. ഇവിടുത്തെ തറവാടി സിനിമാ കോട്ടേഴ്സിലൊക്കെ പോകാൻ വേണ്ടി സമദൂരാണ്, ഒരു ബേജാറുമില്ല. അങ്ങനെ പഠനകാലം സിനിമാ ദർശനത്തിന്റെ കൊയ്ത്തുകാലമായി. ആയിക്കോട്ടെ. എന്നിട്ട് ഇക്ബാൽ കുറ്റിപ്പുറം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്, അതാ നമ്മുടെ വിഷയം. നമുക്ക് ഇയാൾ എല്ലാവരുടെയും വിഷയമല്ല, മർമ്മമാണ് നമ്മുടെ വിഷയം. അങ്ങനെ പരിശുദ്ധമായ റമദാൻ മാസം, ആ റമദാൻ മാസമായി. ആയിടക്ക് പത്മരാജന്റെ പ്രശസ്തമായ ഒരു സിനിമ തിയേറ്ററിലുണ്ട്. റിലീസ് ചെയ്ത് ആഴ്ചകളായെങ്കിലും നോമ്പ് കാരണം കാണാൻ കഴിഞ്ഞില്ല. വ്യാഴാഴ്ച മാറും. വീഡിയോയും ടിവിയിലെ സിനിമയും അത്ര വ്യാപകമല്ല. പിന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. നമസ്കരിക്കുമ്പോൾ പോലും ഈ ചിന്ത എന്നെ അലട്ടി. നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ, പത്മരാജൻ. ആ ചിന്തയായി നിസ്കരിക്കുമ്പോൾ പോലും ഈ സാധുവിനെ അലട്ടിന. ആയിക്കോട്ടെ. അൻസാറിനോട് പറഞ്ഞപ്പോൾ മൂവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ നോമ്പല്ലേ. ഒടുവിൽ വ്യാഴാഴ്ച 7 മണിക്ക് നോമ്പ് തുറക്കുന്നിടെ എന്നിലെ ഇബ്ലീസ് അൻസാറിനോട് പറഞ്ഞു, ഇനി ഒരൊറ്റ സെക്കൻഡ് ഷോ മാത്രം. സാത്താന്റെ പ്രലോഭനത്തിൽ അൻസാർ ഒരു നിമിഷം നിശബ്ദനായി, പിന്നെ തലയാട്ടി. എന്നിട്ടോ ഷേണായിസിൽ സെക്കൻഡ് ഷോക്ക് കയറി. ഉഗ്രൻ പടം. ഇതൊന്നും എൻ്റെ വാക്കല്ല, ഇതിനകത്തുള്ളതാ. ഇനി കേട്ടോളൂ. അതിന്റെ വിലയിരുത്തലുകളുമായി നടക്കുമ്പോൾ സിദ്ദീഖിന്റെ വീട് കാണിച്ച് ഞാൻ അൻസാറിനോട് പറഞ്ഞു, ഇതാണ് ഡയറക്ടർ സിദ്ദീഖിന്റെ തറവാട്. ഹോസ്റ്റലെത്തി ചെറിയ ഷട്ടർ തുറക്കാൻ നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. തിരിച്ച് പടമൊക്കെ കണ്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ വന്ന് ഗേറ്റ് നോക്കുമ്പോൾ ഇയാൾ പറയാൻ ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്നറിയോ? അത് ഉള്ളിൽ നിന്ന് താഴെട്ടിരിക്കുന്നു, അകത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. കേട്ടോ. സെന്ററിന്റെ അഭിനവ സർവാധിപനായി വാഴുന്ന വാച്ച്മാൻ ഹംസാക്ക ഞങ്ങളുടെ സിനിമാ പര്യടനം മണത്തെറിഞ്ഞ് വലവിരിച്ചിരിക്കുകയാണ്. മെയിൻ ഗേറ്റിനപ്പുറത്ത് ഞങ്ങളുടെ ഗേറ്റ് ചാട്ടവും പ്രതീക്ഷിച്ചയാൾ ഇരുട്ടിലെവിടെയോ പതുങ്ങിയിരിപ്പുണ്ടാകും. നന്നാകാൻ വേണ്ടി ഇസ്ലാമിക് സെന്ററിലായ ഉപ്പാന്റെ മുഖം വെള്ളിടി പോലെ നന്നാക്കാൻ വേണ്ടി ഇസ്ലാമിക് സെന്ററിലാക്കിയ ഉപ്പാന്റെ മുഖം വെള്ളിടി പോലെ ഉള്ളിൽ തെളിഞ്ഞു മിന്നി. ഇനി എന്തു ചെയ്യും? അൻസാർ എന്നെ ദയനീയമായി നോക്കി. സെന്ററിൽ ഒഴിവരുന്ന ബെഡ് സ്പേസിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് കക്ഷി. 4 നില കെട്ടിടത്തിന്റെ ഉള്ളിലെത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പിന്നിലെ മതിൽ ചാടണം. അവിടെ എത്തണമെങ്കിൽ പിന്നിലെ വീടിന്റെ മതിൽ ചാടണം. അവിടെ വീരശൂര പരാക്രമിയായ ഒരു പട്ടിയുണ്ട്. നമുക്ക് ഹംസാക്ക വിരിച്ച വലയിൽ വീണ് കീഴടങ്ങാം. അൻസാർ പറഞ്ഞു, അത് പറ്റില്ല. എന്നിലെ പ്രതിവിപ്ലവകാരി അനുവദിച്ചില്ല. ഒടുവിൽ വീടിന്റെ ഗേറ്റിൽ കയറി കുപ്പിച്ചില്ലുകൾ നിരത്തിയ മതിലിന് മുകളിലൂടെ അരിച്ചരിച്ച് നടന്ന് പിന്നിലെത്തി ക്യാൻറ്റീനിന്റെ പിൻചുമലിലൂടെ ഊർന്നിറങ്ങി. ഹാവ് രക്ഷപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു. വിജയശ്രീ ലാളിതനായ കൈകൊട്ടി നിൽക്കുന്ന ഹംസയെ കണ്ട് ഞെട്ടി. വിളറി ചിരിച്ച് ശ്രമിച്ച് ഞാൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പൊ ഹംസാക്ക പറയാം, മക്കൾ പെട്ടിയും കിടക്കയൊക്കെ കെട്ടിവെച്ചോ, KT സാഹിബ് ഒന്നിങ്ങോട്ട് വന്നോട്ടെ. KT എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നതനായ ഒരു വലിയൊരു പണ്ഡിതരാ. അവിടെ ഇസ്ലാമിക് സെന്ററിൽ കുറേ കാലം ഹുത്ബ പറഞ്ഞൊരു ഖത്തീബ. KT ഇങ്ങോട്ട് വന്നോട്ടെ. KT അബ്ദുറഹീം സാഹിബാണ് ഇസ്ലാമിക് സെന്ററിന്റെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണമാണോ ജന്മനാടിന് ശാന്തപുരം എന്ന പേര് എന്ന് പോലും തോന്നിക്കുമാറ് സൗമ്യനും. പക്ഷേ ഹോസ്റ്റലിലെ അന്തേവാസികൾക്കെല്ലാം ഭയമാണ്. ശാന്തഗംഭീരവും ആത്മാവിലേക്ക് ഇറങ്ങുന്നതുമായ സ്വരത്തിലുള്ള ഹുത്തുബ പ്രഭാഷണങ്ങളിലൂടെ എൻ്റെ ഉള്ളിലെ ആത്മീയ യുക്തിവാദിയുടെ വാതിൽ തുറന്നയാൾ അദ്ദേഹത്തിന്റെ നല്ല പുസ്തകത്തിൽ ഇടം പിടിച്ചിരുന്ന എൻ്റെ ഉള്ളു പിടഞ്ഞു. ഉറങ്ങാത്ത രാത്രികൾക്ക് ശേഷം KTയുടെ വരവും കാത്ത് സംഘർഷപ്പകൽ അവസാനത്തെ നോമ്പ് തുറക്കുന്ന സമയത്ത് അൻസാർ പറഞ്ഞു, KT സാഹിബ് പെരുന്നാൾ കഴിഞ്ഞേ വരൂ. വിചാരണയ്ക്ക് കാത്തു നിൽക്കാതെ പെട്ടിമെടുത്ത് സ്ഥലം വിട്ടാലോ? ഏതായാലും നേരിടുക തന്നെ. പെരുന്നാൾ വീട്ടിൽ പോകാൻ ഒരു ഉത്സാഹവുമില്ല. പക്ഷേ വീട്ടുകാർ വിഷമിക്കും. ഞാനും അൻസാറും മൂകരായി വീട്ടിലെത്തിയപ്പോൾ പതിവില്ലാത്ത പക്വത കണ്ട് വീട്ടുകാർക്ക് സംശയം. ഇസ്ലാമിക് സെന്ററിൽ താമസിച്ചാൽ ഇത്രയും വേഗം നന്നായി പോകുമോ? പെരുന്നാളിന് ശേഷം അറക്കാൻ വെച്ചിരിക്കുന്ന ബലിയാടാണ് ഞാനെന്ന കാര്യം അവർക്കറിയില്ലല്ലോ. ജീവിതത്തിലെ ഏറ്റവും ശോകമുഖമായ പെരുന്നാൾ. പിറ്റേന്ന് തിരിച്ച് എറണാകുളത്തെത്തി. KT എത്തിയിരിക്കുന്നു. ഞാനും അൻസാറും സുബഹിക്ക് അദ്ദേഹത്തിന്റെ പിന്നിൽ നമസ്കരിച്ചു. പടച്ചോനെ കാത്തോളനെ. 7 മണിക്ക് അദ്ദേഹത്തിന്റെ മുറിയിലെത്തി സലാം പറഞ്ഞു. പത്രവായന നിർത്തി ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി.
പിന്നെ അഭിവാദ്യം, പുഞ്ചിരി, കുശലം. ഞങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞു. എല്ലാം കേട്ട് അല്പനേരം തറപ്പിച്ചു നോക്കി. രാത്രി ആരാൻ്റെ മതിൽമേ കയറുമ്പോൾ കുപ്പിച്ചിൽ തറക്കേ വീണ് അപകടം പറ്റേ ചെയ്തിരുന്നെങ്കിൽ വീട്ടുകാരോട് ഞങ്ങൾ സമാധാനം പറയേണ്ടിയിരുന്നില്ലേ? ആലോചിക്കുക, കയറ്റി വയ്ക്കുക. ഈ രാത്രിയിലെ അന്യൻ്റെ ആരാൻ്റെ മതിൽ കയറുമ്പോൾ വല്ല കുപ്പിച്ചിൽ തറക്കേ വീണ് അപകടം പറ്റേ ചെയ്തിരുന്നെങ്കിൽ വീട്ടുകാരോട് ഞങ്ങൾ സമാധാനം പറയേണ്ടിയിരുന്നില്ലേ? തലതാഴ്ത്തി നിൽക്കുന്ന എൻ്റെ ചുമലിൽ കൈവച്ച് ശബ്ദം താഴ്ത്തി അദ്ദേഹം പറഞ്ഞു, ഇക്ബാലെ, സിനിമക്ക് പോകണം നിർബന്ധമായിരുന്നെങ്കിൽ മാറ്റിലേക്ക് പോയാൽ പോരായിരുന്നോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് വായിക്കാൻ കാരണം അറിയോ? അതിന്റെ ക്ലൈമാക്സിന് വേണ്ടി തന്നെ. ഇത് വളരെ കൃത്യമായി ഈ റമദാൻ, ഈ പെരുന്നാളിന് പോലും എഴുതി വെക്കുക. ഇങ്ങനെ ഒരു ജനതക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച വരേണ്ടതുണ്ടോ എന്നാൽ നിങ്ങൾക്കറിയോ? ഓമശ്ശേരിയിൽ ഒരു പരിപാടി നടന്നു കഴിഞ്ഞ ദിവസം. ഈ ഓമശ്ശേരിയിൽ പരിപാടി നടക്കുമ്പോ അവിടെ എന്താ സംഭവിച്ചറിയോ? OP അബ്ദുസ്സലാം മൗലവി അതിന്റെ നോട്ടീസ് അടക്കം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. OP അബ്ദുസ്സലാം മൗലവി ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അവർക്കിടയിൽ ഹദീസ് പണ്ഡിതനായി പരിചയപ്പെടുത്തപ്പെടുന്ന OP അബ്ദുസ്സലാം മൗലവി അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ അനുഭവക്കുറിപ്പ്, ആ ആഫ്രിക്കൻ അനുഭവക്കുറിപ്പ് എഴുതിയപ്പോ അദ്ദേഹം ആഫ്രിക്കയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ കഴുത്തിൽ മുഴ, ഒരു ആദിവാസി പെണ്ണിന്റെ കഴുത്തിൽ മുഴ. OP അബ്ദുസ്സലാം മൗലവി ഇവിടുന്ന് പോയൊരു പണ്ഡിതനാണ്. ഇസ്ലാമിക വേഷം ധരിച്ചിട്ട് കാട്ടിലൂടെ നടന്നു പോകുന്ന OP അബ്ദുസ്സലാം മൗലവിയെ കണ്ടപ്പോ നേരെ ഓടി വന്നു. ആര്? ഈ കഴുത്തിൽ മുഴ ബാധിച്ച ആദിവാസി പെണ്ണ്. എന്നിട്ട് ചോദിച്ചു, വല്ലതുണ്ടോ? എനിക്ക് മുഴ ഒരുപാട് ചികിത്സിച്ചു മാറുന്നില്ല, അങ്ങയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? OP അബ്ദുസ്സലാം മൗലവി പറയാം, ഞാൻ വെള്ളം മന്ത്രി ചൂതി കൊടുത്തു. ആ മന്ത്രി ചൂതി കൊടുത്ത വെള്ളം കൊടുത്ത് രാവിലെയും വൈകുന്നേരവും ഈ മുഴ കഴുകി അവസാനം മുഴ നീങ്ങിപ്പോയി. മുഴ മാറി. ഈ വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്ന ആളാരെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ നേതാവ്. എന്നിട്ട് അദ്ദേഹം ആഫ്രിക്കൻ പര്യടനം കഴിഞ്ഞിട്ട് ഓമശ്ശേരിയിൽ വന്നിട്ട് പരിപാടി നടത്തി 2011 മാർച്ച് 1. ആ പരിപാടിയിൽ ഇതേ ചോദ്യം വന്നു സ്റ്റേജിലേക്ക്. സ്റ്റേജിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമത്തിന്റെ എഡിറ്റർ, മാധ്യമ പത്രത്തിന്റെ എഡിറ്റർ O അബ്ദുറഹ്മാൻ സാഹിബുണ്ട്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതരായ നേതാക്കൾ ഇരിക്കുന്ന സ്റ്റേജിലേക്ക് വെള്ളം മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ ആഫ്രിക്കൻ പര്യടനത്തിൽ കഴുത്തിൽ മുഴ ബാധിച്ച പെണ്ണിന് വെള്ളം മന്ത്രി ചൂതി കൊടുത്തിട്ട് അവരുടെ മുഴ മാറിയ സംഭവം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ വെള്ളത്തിൽ മന്ത്രി ചൂതി കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോ OP അബ്ദുസ്സലാം മൗലവി എഴുന്നേറ്റിട്ട് ധൈര്യസമേതം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബിനെയും O അബ്ദുറഹ്മാൻ സാഹിബിനെയും അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, അതിന് എന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ആകെ വിവാദമായി, പരിപാടി നിർത്തിവെച്ച് പോകേണ്ടി വന്നു. പിറ്റേ ദിവസം 2011 മാർച്ച് 3 പുറത്തിറങ്ങിയ ചന്ദ്രിക കാണാം, ജമാഅത്തെ ഇസ്ലാമിയുടെ നയംമാറ്റം സ്വാഗതാർഹം SKSSF. ഇത് പത്രാണ്, ഞാൻ വെറുതെ പറയല്ല, ഇതൊക്കെ വെറുതെ അടിച്ചുവിടല്ല. ഞാൻ ഇതെന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതൊരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്ന് കയറി ബാധ കയറി എന്ന് പറഞ്ഞ് ആരും നടക്കണ്ട. ഈ ബാധ ലോകവ്യാപകമായി മുസ്ലിം ഉമ്മത്ത് എവിടെയുണ്ടോ അവിടേക്കെല്ലാം കടന്നു കയറി. ഏത്? ജിന്ന് ബാധ. കാരണം അറിയാം, ലോക സയനിസ്റ്റ് ലോബി ഒരുപോലെ പ്രവർത്തിച്ചു ഇതിന്റെ പിന്നിൽ. ലോകത്തെവിടെയൊക്കെ സലഫികളുണ്ടോ അവിടെയെല്ലാം കടന്നു വന്നു. ഞാൻ ഇവിടെ 2 ഉദാഹരണം പറഞ്ഞു. ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ളത് എല്ലാവർക്കും അറിയാലോ. മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായി ഇടപെട്ട് ഒരുത്തന്റെ മുഖം നോക്കാതെ വലിയ ക്രൗഡ് കുള്ളേഴ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഭീഷണി മുഴക്കി ചില ആളുകൾ ഭീഷണി മുഴക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കൊമ്പ് കോർക്കാൻ വന്ന വമ്പനാനകളും ക്രൗഡ് കുള്ളേഴ്സുകളും ഇവിടെ ഉണ്ടായപ്പോ ഒരുത്തന്റെയും മുഖം നോക്കാതെ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി സർവ ദുർമന്ത്രവാദികളെയും അതിന് ഒത്താശ പാടുന്ന മുഴുവൻ ആളുകളെയും മുഖം നോക്കാതെ അരിഞ്ഞു വീഴ്ചി. മുജാഹിദ് പ്രസ്ഥാന ആവശ്യത്തിൽ കാണിച്ച ആർജവം എത്രയെന്നറിയോ? കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബൈത്തുള്ളയുടെ സമീപത്ത് ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ സൈക്കിൾ വന്നിട്ട് പറഞ്ഞു, മൗലവി ജിന്ന് കയറേണ്ട പള്ളിയാണിത്, പക്ഷേ സമരം ചെയ്തു, ജിഹാദ് ചെയ്തു, ഞങ്ങളെ തിരിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം ഒരു അനുഭവം പറയാം. ഒരു വെള്ളിയാഴ്ച ഒരുത്തനിങ്ങോട്ട് വന്ന് കയറി, അവൻ ജിന്നാ പറഞ്ഞത്. മെമ്പറിൽ കയറി ജിന്ന് പറയാ, വല്ലാഹി സത്യം ഞാനൊന്ന് ദുഹ നിസ്കരിച്ചത്, അദ്ദേഹത്തിന്റെ പുറകെ ഞാൻ നിസ്കരിച്ചില്ല. കാരണം അവന്റെ പുറകിൽ ജുമാ നമസ്കരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനൊന്ന് ളുഹർ നമസ്കരിച്ചു എന്ന് ആർജവത്തോടെ വന്ന് പറഞ്ഞ മുജാഹിദ് പ്രവർത്തകരുണ്ട്. കാര്യം വെച്ചാൽ വിശ്വാസ വൈകല്യം ബാധിച്ചൊരുത്തരെ പൊറുപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായില്ല. അരിഞ്ഞു വീഴ്ത്തി, മാറ്റി, പുറത്തേക്കെറിഞ്ഞു, മുഖം നോക്കിയില്ല. എന്തു സംഭവിക്കും? പല ആളുകളും
അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരമക്കോളം തീർക്കാൻ കാത്തിരുന്ന പേനയുന്തികൾ ഉണ്ടായപ്പോഴും ആ നിലക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടായപ്പോഴും ഇല്ല, ഇത് അള്ളാഹുവിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് എന്ന് അജയ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ചവിട്ടിപ്പുറകോട്ട് തള്ളിയിട്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് കയറിയ കാഴ്ച കേരള സമൂഹം അല്ല ലോക സമൂഹം കണ്ണിറയെ സന്തോഷത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട് എങ്കിൽ മാന്യ സഹോദരങ്ങളെ, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കേരളത്തിന്റെ മണ്ണിൽ നടന്ന ഒരു വേലിയേറ്റമായി നാം മനസ്സിലാക്കേണ്ടതില്ല. നേരെ മറിച്ച് ലോകവ്യാപകമായി നടന്നു. അത്ഭുതപ്പെട്ടു പോയി. ജിന്നുവാദികൾക്കെതിരെ തെളിവുകൾ അന്വേഷിക്കുമ്പോ, ഇവരുടെ ഈ വിദണ്ഡവാദങ്ങൾക്കെതിരെ തെളിവന്വേഷിക്കുമ്പോ, അതേ ഇസ്ലാമിക ലോകത്ത് നടന്ന ചർച്ചകൾ, പണ്ഡിത ലോകത്ത് നടന്ന ചർച്ചകൾ, ആ ചർച്ചകൾ പരിശോധിക്കുമ്പോ സൗദി അറേബ്യയിൽ മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ലോക വ്യാപകമായി അറിയപ്പെടുന്ന പണ്ഡിതൻ റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇത്തരം വാദഗതികളുമായി ചില ആളുകൾ ചോദ്യവുമായി ചെന്നു. അവർ ചില സംശയങ്ങൾ ചോദിച്ചു. ഈ മന്ത്രവും അതുപോലെ തന്നെ റുഖിയ എന്ന് പറഞ്ഞിട്ട് പല ജാതി ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോ റബീ ഇബ്നു ഹാദിക്ക് ഒരു സംശയം. അദ്ദേഹം ഈ വന്ന് ചോദ്യം ചോദിക്കുന്ന ആളുകളോട് ചോദിച്ചു, ഫീക്കും അർറുഖ, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഊത്തന്മാരുണ്ടോ? അങ്ങനെ പറഞ്ഞാലാണ് എളുപ്പം മനസ്സിലാവുക. ഊതിക്കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഊതിത്തരാം, ഊത്തന്മാർ എന്നവർക്ക് പറയാം. ഈ ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? റബീന്റെ ചോദ്യം, ഫീക്കും അർറുഖ. എന്നിട്ട് അദ്ദേഹം പറയും, വല്ലാഹ് അന അൻസഹു സലഫീൻ അല്ലാ യദ്ഖുലു ഹാദൽ ബാബ്. അല്ലാഹുവിനെ തന്നെ സത്യം, സലഫികളെ നിങ്ങളോട് ഞാൻ പറയാൻ, ഈ വാതിൽ നിങ്ങൾ തുറക്കരുത്. എവിടെയാ സംഭവം? മദീനത്താണ്. എന്നിട്ട് ആ മദീനത്തേക്ക് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അടുക്കലേക്ക് ചില ആളുകൾ ചെല്ലുക. ഞാൻ കുറച്ച് മസ്അലയിൽ സംശയം തീർക്കാനുണ്ട്, ഞങ്ങൾക്കറിയേണ്ടത് മന്ത്രത്തെക്കുറിച്ചാണ്, ഊതുന്നതിനെ കുറിച്ചാണ്, ജിന്നിറക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി സംശയം ചോദിച്ച് ആ സംശയത്തിന് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ട് ചോദിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഈ റാഖികളുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെ സത്യം, നിങ്ങളെ ഞാൻ ഗുണദോഷിക്കുകയാണ്, അല്ലാ യദ്ഖുലു ഹാദൽ ബാബ്, നിങ്ങൾ ഈ വാതിൽ തുറക്കരുത്. മാത്രമല്ല നിങ്ങൾ ആരും അതിന്റെ പേരിൽ അറിയപ്പെടരുത്. ഞാൻ മന്ത്രിക്കുന്ന ആളാ, അവിടെ ആളുകൾ മന്ത്രിക്കുന്ന ചെല്ല്, അവിടെ ക്ലിനിക് ഉണ്ട് പോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളാകരുത്. അദ്ദേഹം പറയാൻ അൽബാനി, ലോക പ്രസിദ്ധ ഹദീസ് പണ്ഡിതൻ അൽബാനി, ഇബ്നു ബാസ് അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അതേ അബ്ദുല്ലാഹ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ, ലോക പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഉസൈമീൻ, ഇവരൊക്കെ ഹൽ നസബു അൻഫുസഹും ലിഹാദിഹിൽ അശ്യാ, ഇപ്പറയുന്ന അൽബാനിയോ ഇബ്നു ബാസോ ഇബ്നു ഉസൈമീനോ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരോ ഇങ്ങനെ ഈ ചികിത്സയുടെ പേരിൽ അറിയപ്പെട്ട ആളുകളാണോ? അസ്സലഫുമൻ, ആരാണ് ഈ സലഫി എന്ന് പറഞ്ഞാൽ? അസ്സഹാബ, സ്വഹാബത്തല്ലേ? അത്താബിഈൻ, താബിഈങ്ങളല്ലേ? വഅയിമ്മത്തുൽ ഹുദാ, സച്ചരിതമായ മാർഗത്തിലൂടെ നടന്നു നീങ്ങിയ അഹ്മദ്, മാലിക്, അശ്ശാഫിഈ, ആ ഷാഫി ഇമാമിനെ പോലെ, മാലിക് ഇമാമിനെ പോലെ, അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള പണ്ഡിതന്മാരല്ലേ? ഹൽ നസബു അൻഫുസഹും ഹക്കദാ, ഈ രൂപത്തിൽ ഹൽ നസബു അൻഫുസഹും ഹക്കദാ, അവർ ഈ രൂപത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചികിത്സിക്കാതിരിക്കുന്ന ആൾക്കാരാ, ജിന്ന് ബാധിച്ച ഒരു ഊതിത്തരാം, ഇറക്കിത്തരാം എന്നിങ്ങനെ വാദിച്ചിരുന്ന ആളുകളാണോ? അയിന അന്തും, നിങ്ങൾ എവിടെയാണ്? നഖൂൽ, നാം പറയുന്നു അസ്സലഫ്, വനഹ്നു സലഫിയൂൻ, ഞങ്ങൾ സലഫികളാണ് ഇങ്ങനെ പറയുന്നു. എന്നാലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അതേ സലഫി എന്നിങ്ങനെ പറഞ്ഞു നടക്കുകയും എന്നിട്ട് ഊതിത്തരാം, ഇറക്കിത്തരാം, ജിന്നിറക്കാം, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുകയാണോ? അർറുഖിയതു ജായിസ, മന്ത്രം അനുവദനീയമാണ്. നേരെ മറിച്ച് ലാകിൻ ലൈസത് ബിതുർഖി ഹാദിഹി, അതിലുള്ള വഴി ഇതല്ല, മന്ത്രത്തിലുള്ള വഴി നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയല്ല. അതുകൊണ്ട് ഉത്റുഖു ഹാദിഹിൽ അശ്യാ, ഈ രൂപത്തിലുള്ള എല്ലാ വഴികളും നിങ്ങൾ ഒഴിവാക്കണം. ഇദാ ജാഅക ഇൻസാനിയത്തുൽ മിൻക റുഖിയ, ഒരാള് വന്നിട്ട് പറയാണ്, എനിക്കൊന്ന് മന്ത്രിച്ചതാ, സൂറത്തുൽ ഫലക്ക് ഒന്ന് ഓദിത്താ, അല്ലെങ്കിൽ സൂറത്തുൽ നാസ് ഒന്ന് ഓദിത്താ, എനിക്കറിഞ്ഞുകൂടാ എന്നൊരാൾ വന്നിട്ട് നിന്നോട് പറഞ്ഞാൽ ഇർഖി, ഓതിക്കൊടുക്ക്, ഒരു കുഴപ്പവുമില്ല. അല്ല എങ്കിലോ അവരെ വിട്ടേക്ക്, അവര് പോകും, അവരവരുടെ മാർഗവുമായി തിരിഞ്ഞു പോകും. വശിഫാഉ ബിയദില്ലാ, ശമനം അല്ലാഹുവിന്റെ കയ്യിലാണ്. യദുല്ലാഹു അസ്സ വജല്ല യശ്ഫി, അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അവരുദ്ദേശിക്കുന്നവർക്ക് ശമനം കൊടുക്കും. ഇത് മനസ്സിലാക്കണം. മാത്രമല്ല അതേ ഒരാളെ സംബന്ധിച്ചിടത്തോളം തഖ്വയും പ്രാർത്ഥനകളും അയാൾ കൊണ്ടു നടക്കുക. തഖ്വയുണ്ടെങ്കിൽ തന്നെ മയ്യതഖല്ലാഹ യജ്അലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത
മാർഗത്തിലൂടെ അള്ളാഹു അവന് ഉപജീവനം കൊടുക്കുമെന്ന് അള്ള പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തഖ്വയിലേക്ക് ആളുകൾ വരട്ടെ, അള്ളാഹുവിന്റെ സഹായം കിട്ടുമല്ലോ. ഇതൊക്കെ ഷെയ്ഖ് റബി ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ വന്ന ആൾക്കാർ പറഞ്ഞു, നഖ്ശാ യാ ശൈഖനാ അയ്യദ്ഹബൽ അവാം ഇല സഹറത്തി വൽ മുശാവദീൻ. ഓ ഷെയ്ഖേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്തിനാന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഇവർ വല്ല സാഹിര്യങ്ങളെയോ ജ്യോത്സ്യന്മാരെയോ കണിയാന്മാരെയോ ഒക്കെ കാണാൻ പോകും. അങ്ങോട്ട് പോകാതിരിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇത് ചെയ്തു കൊടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെയ്തു കൊടുത്ത് ഓരിങ്ങനെ ജ്യോത്സ്യന്മാരൊക്കെ പോകില്ലല്ലോ, കണിയാന്മാരൊക്കെ പോകില്ലല്ലോ, നമ്മളിങ്ങനെ ചെയ്താൽ മതിയല്ലോ. ആ നിലക്ക് നല്ല ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ചില ആൾക്കാർ അതാ പറഞ്ഞത്, നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഒരു കണിയാൻ്റെ അടുക്ക് പോകും, ഒരു ജ്യോത്സ്യൻ്റെ അടുക്ക് പോകുന്നു. പോണോ പോട്ടാന്നൊക്കെ അല്ലാതെ നമുക്കെന്ത് ബേജാറാകാനാ? ശൈഖ് റബീ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഖല്ലിഹിം യദ്ഹബൂൻ വലാ യർജൂൻ. പോട്ടടോ അങ്ങോട്ട്, അവര് മടങ്ങൂല. നീ ഇവിടെ ക്ലിനിക് തുടങ്ങിയാൽ അവരിങ്ങോട്ട് വരുമോ വിചാരിക്കണ്ടോ? ഇല്ല, അവര് മടങ്ങുകയില്ല. അന്തമന്നൽ വല്ലദി കല്ലഫക്. ആരാ നിന്നെ ഏൽപ്പിച്ച്? ലോകത്ത് ആരൊക്കെ എങ്ങോട്ടൊക്കെ പോണ്ടെന്ന് നോക്കാൻ ആരാ നിന്നെ ഏൽപ്പിച്ചത്? തുഫ്സിദു നഫ്സക വതുഫ്സിദു ഹയാതക വദീനക. നീ നിന്നെയും അതുപോലെ നിന്റെ ദീനിനെയും നിന്റെ ജീവിതത്തെയും നശിപ്പിക്കുകയാണ്. മിൻ അജ്ലി അന്നഹും യദ്ഹബൂ ലിസ്സഹറ. അവർ ജോലിച്ചെടുക്കെ പോണെന്ന് പറഞ്ഞിട്ട് നീ നിന്നെ നശിപ്പിക്കുകയാണോ? നീ നിന്റെ ദീൻ നശിപ്പിക്കുകയാണോ? നീ ഇങ്ങനെ അന്ത തർഖി, ഒരു മന്ത്രിക്ക് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുക. നസബ്ത നഫ്സക ബിറുഖിയ ലിറുഖിയ. നീ ഇങ്ങനെ റുഖിയയുടെ ആളായി, മന്ത്രത്തിന്റെ ആളായിട്ട് ഇങ്ങനെ മാറിയിരിക്കുക. ആരാ നിന്നെ ഇത് ഏൽപ്പിച്ചത്? അപ്പോൾ അവർ പറയാ, ലാ യാ ശൈഖ് ലാകിന്നഹും യഅ്തൂന ഇലയ്യ. നിങ്ങൾ പറയണ പോലെ അങ്ങനല്ല, എന്നാലും അവരിങ്ങോട്ട് വെറുതെ വരികയാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴേ അവരിങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ സലഫികളാണ്, അതുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് അവരിങ്ങോട്ട് വരികയാണ്. ചില ആളുകൾ പറയാം അവൾ അങ്ങോട്ട് പോകണമല്ല. അപ്പോഴും ഷെയ്ഖ് പറഞ്ഞു, ഉത്റുക്ക്, വിട്ടേക്കവരെ. മാ യഅ്തൂന ഇലൈക ഇല്ലാ ലി അന്നക നസബ്ത നഫ്സക ലിറുഖിയ. നീ ഇങ്ങനെ മന്ത്രിക്കുന്ന ആളായിട്ടിരിക്കാതെ ഒരുത്തരും നിന്റെ അടുക്കിലേക്ക് വരില്ല. വരുമോ? ഒരുപാട് തെളിവില്ലേ? ഡോക്ടർ സുബൈറിന്റെ അടുക്കിലേക്ക് ആള് പോകൂലേ? പോകും. ഹിഫ്സുർ റഹ്മാന്റെ അടുക്കിലേക്ക് ആള് പോകൂലേ? പോകും. വേറെ പെരിന്തൽമണ്ണയിലുണ്ടൊരു കേന്ദ്രം, അവിടേക്ക് ആള് പോകും അല്ലേ? എന്തിനാ? മന്ത്രിക്കാൻ പോവാണ്, ഇറക്കാൻ പോവാണ്, ജിന്നിറക്കാൻ പോവാണ്. ഹുസൈൻ സലീമിന്റെ അടുക്കിലേക്ക് പോവോ? എന്തേ പോവാത്ത്? പി എൻ്റെ അടുക്കിലേക്ക് പോണില്ല. എന്തേ പോവാത്ത്? ഇവർക്കൊന്നും മന്ത്രിക്ക് അറിഞ്ഞൂടാ. ഇതിനു വേണ്ടി ഇരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്കല്ലാതെ ആളുകൾ പോകൂലല്ലോ. അതുകൊണ്ട് ശൈഖ് പറഞ്ഞു, നീ അതിന്റെ ആളാണ് എന്ന് പറയാതെ ഒരാളും നിന്റെ അടുക്കിലേക്ക് വരില്ല. അതുകൊണ്ട് ഇത് ഒഴിവാക്കണോ? ആളുകൾ അള്ളാഹുവിലേക്ക് വിട്. നിന്റെ മേൽ ആരെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുവാൻ പറഞ്ഞ വാചകം, വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ ആരുടെയും ബാധ്യത ഏൽപ്പിച്ച ആളല്ല എന്ന് നബിയോട് പോലും പറയാനല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെയും വക്കാലത്ത് നീ ഏറ്റെടുക്കേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് ചെയ്തവൻ ഇതിന്റെ പിന്നാലെ പോയി നശിക്കുമെന്നതിന്റെ തെളിവ് അദ്ദേഹം പറഞ്ഞത്, ഹാദിഹി ഹുജ്ജ അവ്വലു റാഖി ഫിൽ മദീന. ഇതിന് ഏറ്റവും വലിയ തെളിവെന്ന് അറിയോ? ഞാൻ മന്ത്രിക്കാം, ജിന്നിറക്കാം എന്ന് പറഞ്ഞ് പോയിട്ട് നശിക്കുന്നതിന്റെ ഒന്നാമത്തെ തെളിവ്, കാന സമീലുന റബീ ഇബ്നു ഹാദി അൽ-ബദ്ഖലി പറയാണ്, എന്റെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. വകാന സലഫിയൻ ജയ്യിദൻ ജിദ്ദൻ, അയാൾ ഒന്നാം നമ്പർ സലഫിയായിരുന്നു, ശുദ്ധ സലഫിയായിരുന്നു. വകാന യുദരിസു ഫിൽ മസ്ജിദിൻ നബവി, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി, ലോകത്ത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മസ്ജിദുൻ നബവിയിലെ മുദർരിസായിരുന്നു അദ്ദേഹം. എന്റെ കൂട്ടുകാരനായിരുന്നു. വല്ലാഹി അത്റഫി കസീരി മിന ശബാബി സൂഫിയ മിനൽ മദീന, അദ്ദേഹം ഈ മദീനയിൽ വന്നിട്ട് സൂഫികളായ ഖുറാഫികളായ ഒരുപാട് ആളുകളെ നന്നാക്കിയ ആളാ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട്, അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടിട്ട് സൂഫികളായ ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ടാക്കിയ ആളാണ്. എന്നാ മാത്രമല്ല വേറെ ഒരുപാട് ആളുകളെയും അദ്ദേഹം നന്നാക്കി. തുമ്മ ജാഅഹു ശൈത്താൻ, പിന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ ശൈത്താൻ വന്നു. വല്ലാഹി ഇസ്തശാറനി ഖബ്ല അയ്യദ്ഖുല ലി അന്നഹു സ്വദീഖി വസമീലി. ആ മനുഷ്യൻ മസ്ജിദ് നബവിയിൽ മുദർരിസായിരുന്ന ആള്, അയാൾ ഇങ്ങനെ ശൈത്താൻ വിളിച്ചുകൊണ്ട് പോകുമ്പോ അതിനു മുമ്പ് അയാൾ എന്നോട് വന്നിട്ട് മുശാവറ ചെയ്തു, എന്നോട് കൂടിയാലോചിച്ചു. യാ ശൈഖ് റബീ, അദ്ദേഹം പറഞ്ഞു, ഓ ശൈഖ് റബിയെ, അന അല്ലംതു ഫുലാനൻ അർറുഖിയ, ഞാൻ ഒരുത്തന് റുഖിയ പഠിപ്പിച്ചു കൊടുത്തു, മന്ത്രം പഠിപ്പിച്ചു കൊടുത്തു. അവൻ ഇപ്പോൾ വൽആന യർഖി വയഖുദു ഫുലൂസ, റുഖിയ നടത്തിയിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെന്തിനാ ഇത് വെറുതെ ഇരിക്കണ്? അയാൾക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ന് പോയാൽ നമുക്കൊന്ന് തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അവന് പൈസ ഉണ്ടായി പഠിപ്പിച്ച് നമുക്ക് പൈസ ഇല്ലാതെങ്കിലോ.
അപ്പോ ഇദ്ദേഹം പറഞ്ഞു, റബീ പറഞ്ഞു, അൻസാക അല്ലാ തദ്ഖുല ഫീ ഹാദിഹിൽ ബാബ്, നിന്നെ ഉപദേശിക്കുകയാണ്, നീ ഒരിക്കലും ഈ വഴിക്ക് പോകരുത്. അപ്പോഴും ഇയാൾ പറഞ്ഞു, നമ്മളത് ചെയ്തില്ലെങ്കിൽ ആളുകൾ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, വല്ലാഹി മാ അന അന്ത മസ്ഊൽ, അല്ലാഹനെ തന്നെ സത്യം, നീ അതിനെ ഏർപ്പെടുത്തിയ ആളല്ല, ആളുകൾ എവിടെ പോയി നോക്കാൻ ഏർപ്പെടുത്തിയ ആളല്ല. വീണ്ടും അദ്ദേഹം ഒരുപാട് വാദഗതികളും തന്റെ ചിന്താഗതികളും ഒക്കെ പ്രവർത്തിച്ചു, പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, ഇഫ്അൽ കമാ ഫഅല ദുആത്ത് ഇലല്ലാഹ്, നീ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കാൻ വന്ന പ്രബോധകരായ ആളുകൾ ചെയ്തതുപോലെയാണ്. ഏതുപോലെ? ഉദാഹരണത്തിന് പറഞ്ഞാൽ ശൈഖ് അബ്ദുല്ലാ അൽ ഖർആവി, ശൈഖ് ഖർആവി ജാഅ ഇൻദനാ ഫിൽ മൻദഖ, ആ ഖർആവി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. ശൈഖ് റബീ പറഞ്ഞു കൊടുക്കുകയാണ്, ആ നാടിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെയുള്ള ആളുകൾ അവരിങ്ങനെ രോഗം ബാധിച്ച് കിടക്കുകയാണ്, എഴുന്നേക്കുന്നില്ല. അവരോ ഇതാ എഴുന്നേക്കുന്നില്ല. മിൻ അയ്യിശൈൻ, എവിടെ വന്നാലും പ്രയാസമാണ്. മിനൽ ജിന്നി മിനദ്ദാർ മിൻ കദാ, അവരിതാ ജിന്ന് കൂടി കിടക്കുന്നു, അതുപോലെ തന്നെ ബോധരഹിതരായി കിടക്കുന്നു, പല ജാതി രോഗങ്ങൾ കൊണ്ട് കിടക്കുന്നു. എവിടെയും ജിന്നാണ്. റോട്ടിൽ ജിന്ന്, മരത്തിൽ ജിന്ന്, എവിടെ നോക്കിയാലും ജിന്ന് അവരെ വലം ചെയ്തിരുന്നു. ആ ഒരു നാട്ടിലേക്ക് ശൈഖ് ഖർആവി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്ത്? എടുക്കടപടി കൊടുക്കടാടി എന്നാ പറഞ്ഞത്? അല്ല, നേരെ മറിച്ച് അദ്ദേഹം തൗഹീദ് പഠിപ്പിച്ചു ആളുകൾക്ക്, അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു. ലാ റുഖിയ്യ വലാ ശൈ, ഒരു മന്ത്രം ഇല്ല, ഒരു കുതന്ത്രം ഇല്ല, ഒരു തന്ത്രം ഇല്ല, തൗഹീദ് അങ്ങ് പഠിപ്പിച്ചു. ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ നാട്ടിൽ നിന്ന് ആ ജിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞുപോയി, ബാധകൾ ഒഴിഞ്ഞുപോയി, പിശാച് ഒഴിഞ്ഞുപോയി. ഇതെന്റെ അനുഭവമാണെന്ന് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തെ ഉപദേശിച്ചു. പക്ഷേ അദ്ദേഹം ഉപദേശം സ്വീകരിച്ചില്ല. അത് തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ അദ്ദേഹം പോയി. അവസാനം അദ്ദേഹം പിന്നെ മത്സരമായി, പിന്നെയോ അദ്ദേഹം ഏറ്റവും വലിയ വഴികേടിൻ്റെ മാർഗത്തിലേക്ക്, നിഷേധത്തിൻ്റെ വാദഗതിക്കാരനായി തെറ്റിപ്പോയി. എൻ്റെ അനുഭവമാണിത് എന്ന് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഈ അടുത്ത കാലഘട്ടത്തിൽ അങ്ങ് മദീനയിൽ നടന്നൊരു സംസാരം. പക്ഷെ നമ്മുടെ നാട്ടിലെ ചർച്ചയായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇതെവിടെയോ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണോ എന്ന് തോന്നുന്നില്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നവോത്ഥാന സംരംഭങ്ങൾക്കിടയിലേക്ക് പോലും കടന്നു വന്നുകൊണ്ട് ജിന്നിറക്കലും ജിന്നിനെ അടിച്ചിറക്കലും പിടിച്ചിറക്കലും വലിയ ചർച്ചയായി സമൂഹത്തിനിടയിൽ വലിയ വിവാദമായി കടന്നു വരുമ്പോ ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും സർവ്വമന്ത്രവാദികളെയും തുരത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സമുദായം ഉണർന്നാൽ മന്ത്രവാദികൾ അവിടുന്ന് പോയി പോകും, ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്നറിയോ? ISMന്റെ നേതൃത്വത്തിൽ തന്നെ കണ്ണൂരിൽ നിന്ന്, കണ്ണൂരിൻ്റെ വടക്കേ ഭാഗം കാസർഗോഡിൻ്റെ ഏതാണ്ട് ബോർഡറിൽ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു പരിപാടി വെച്ചു. ആ പരിപാടിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ അവിടുത്തെ ഒരു അഹമ്മദ് ഹാജി ഉണ്ടല്ലോ, അയാൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലിപ്പ അയാൾ അവിടെ വണ്ടി കയറി പോയി. എന്ത് ഈ അഹമ്മദ് ഹാജി വണ്ടി കയറാൻ കാര്യം അറിയോ? അഹമ്മദ് ഹാജി അവിടുത്തെ അറിയപ്പെട്ട ജിന്നുവാദിയായിരുന്നു, ജിന്നിറക്കുന്ന ആളായിരുന്നു. പക്ഷെ അയാളെ നമ്മുടെ നാട്ടുകാർ പിടിച്ചു. അയാളുടെ രഹസ്യങ്ങൾ പുറത്തു വന്നപ്പോ അഹമ്മദ് ഹാജി നാട് വിടുകയാണ്, പോവുകയാണ്, രക്ഷപ്പെടുകയാണ്. മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറുവത്തൂരിലെ അഹമ്മദ് ഹാജി എന്ന ജിന്ന് ഹാജിയുടെ വൻ തട്ടിപ്പ് കേന്ദ്രത്തിലേക്കായിരുന്നു അടുത്ത യാത്ര. ജിന്നാണ് അഹമ്മദ് ഹാജിയുടെ കളിത്തോഴൻ. വെള്ളിയാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ ജിന്ന് ഹാജിയാരുടെ ദേഹത്ത് കയറുമത്രേ. പിന്നെ ബാധയൊഴിപ്പിക്കലെന്നല്ല, വേണ്ടി വന്നാൽ ഭദ്രകാളിയെ വരെ ഹാജിയാർ ഞെക്കിക്കൊന്നുകളയും. ഉച്ച വരെയാണ് ഹാജിയാരുടെ തട്ടിപ്പ് പരിപാടി. ദേഹസുരക്ഷ മുൻനിർത്തി മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവരുടെ ബാധയൊന്നും അടുത്ത കാലത്തായി ഹാജിയാർ ഏറ്റെടുക്കാറില്ല. അതുകൊണ്ടാകും ഉച്ചവരെ മാത്രമേയുള്ളെന്ന കാര്യമറിയാതെ ഞങ്ങൾ ആദ്യ ദിവസം വൈകിട്ട് ചെന്നപ്പോൾ ഹാജിയാർ പരിപാടിയൊക്കെ നിർത്തിയെന്നായിരുന്നു വീട്ടുകാരുടെ നിലപാട്. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ മുസ്ലിം പേര് പറഞ്ഞ് വീണ്ടും എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഹാജിയാരുടെ വീട്ടിൽ തിരക്കോട് തിരക്ക്. അല്പം കഴിഞ്ഞപ്പോൾ ഹാജിയാർ പുറത്തു വന്ന് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു.
നേരത്തെ ബുക്ക് ചെയ്തവരെന്ന വ്യാജേന ഞങ്ങളും അകത്തു കയറി. എത്ര ബുക്ക് ചെയ്തതിന് രോഗിന്റെ കൂടെ ഒരാൾ മൊബൈൽ ഓഫായി. മലപ്പുറം എത്ര ആള്? 2 പേര്. മുറിയുടെ വാതിൽ അകത്തുനിന്ന് ബന്ധിച്ച ശേഷം ഹാജിയാർ കട്ടിലിൽ കയറി ഇരിപ്പുറപ്പിച്ചു. വിശ്വാസികൾ താഴെയും. അതോടെ ഹാജിയാർ ലൈറ്റ് അണച്ചു. കൂരിരുട്ടത്താണ് ഹാജിയാരുടെ ദേഹത്ത് ജിന്നു കയറുക. ഓതി ആയത്ത് ആലോചിക്കണേ. ഇത് അള്ളാനെ പേടിക്കുന്നവർക്കുള്ള താക്കീതാണ് എന്ന ആയത്ത് ഓതിട്ട് മുമ്പ് തുടങ്ങണ തന്നെ. ശൈത്താൻ ഇതിലും വലിയ സന്തോഷം ഉണ്ടാവോ? ഈ ഖുർആൻ ഓതിട്ട് പറയണേ, ഇതിൻ്റെ അകത്ത് അദ്ദേഹം ഓതിയത് എന്താണ്? ഇത് അള്ളാനെ പേടിക്കുന്നവർക്കുള്ള താക്കീതാണ്, പക്ഷെ എനിക്കൊട്ട് പേടിയില്ല അല്ലേ? അവിടെ മുമ്പ് തുടക്കം തന്നെ. ആളുകൾ ആവശ്യം പറഞ്ഞാൽ മതി. ഹാജിയാർ അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച ശേഷം ശബ്ദം മാറ്റി മറുപടി നൽകും. നല്ല മിമിക്രിക്കാരനാണ് അഹമ്മദ് ഹാജി എന്ന് അല്പസമയത്തിനകം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇറങ്ങിപ്പോണം, നേരത്തിന് ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോണം. ഇപ്പോ കിട്ടൂല. എന്റെ ഭാര്യയാണ്, ഞാൻ നിക്കാതിതാണ്. ഇറങ്ങിപ്പോണം നേരത്തിന്. ആരാ തോന്നിയത്? ആരാണ്? എന്താ വേണ്ടത്? കിട്ടൂല. ഇറങ്ങിപ്പോണം. അല്ല, ദേഹത്തിന് ഇറങ്ങിപ്പോകണം. അല്ല, ദേഹത്തിന് ഇറങ്ങിപ്പോകണം. ഇപ്പോ ഇല്ല, കിട്ടൂല. ദേഹത്തിന് ഇറങ്ങിപ്പോകണം. അല്ല, കിട്ടൂല. ഒഴിപ്പിക്കണം. ഇറങ്ങിപ്പോണം ദേഹത്തിന്. അല്ല, ഇറങ്ങിപ്പോണം ദേഹത്തിന്. കഴിയൂല. ഹാജിയാരുടെ ജിന്ന് പ്രതിഫലം പറഞ്ഞ ശേഷമേ പിശാചിനെ ഒഴിപ്പിക്കാറുള്ളൂ. അവരടിമായി ജീവിക്കാൻ വേണ്ടി മൊത്തത്തിലൊരു ഭയം. കല്യാണം കേൾക്കുമ്പോ തന്നെ ഒരു ഭയം. ഒരു കൈകൊണ്ട് തലയിൽ തൊട്ട ശേഷം മറു കൈകൊണ്ട് ദേഹത്ത് പിടിച്ച് അത് ജിന്നാണെന്ന് വിശ്വസിപ്പിക്കുന്ന തറപരിപാടിയൊക്കെ ഹാജിയാർക്കുണ്ട്. അതല്ലാതെ വന്നിട്ടാരങ്ങത്തോടുന്നൊക്കെ പറയാൻ വന്നിരിക്കുമ്പോ കേട്ടോ. ഇടയ്ക്ക് ഭദ്രകാളിയെ വരെ ഹാജിയാർ കൊന്നുകളഞ്ഞു. നീ എന്തിനാ എന്റെ പിന്നാലെ നടക്കണേ? നീ എന്നെ ജോലി എടുക്കാൻ സമ്മതിക്കുന്നില്ല. ശരീരം വിട്ടു പോ. നിന്റെ കല്യാണം നടത്തരുത്. ഈ 18 വർഷം എന്റെ പേര് കൂടി ആരെന്നെ പറഞ്ഞിട്ട്? ആര്? എവിടെ? ഏതാ സ്ഥലം? എവിടുന്ന നീ വന്ന് പറയ്. തൃശ്ശൂർന്ന ആരെന്നെ പറഞ്ഞിട്ട് പറയ്. ഇനി ആൾക്കാർ രാത്രിയിൽ ഒതുക്കും. നിന്നെ
ചില പച്ചക്കള്ളങ്ങൾ തട്ടിവിട്ടു. അതിനും ഈ ജിന്നിന് പരിഹാരമറിയാം. ഞാനേ ദുബൈയിലായിരുന്നു, മുന്നേ നാട്ടിലെത്തി. ഇപ്പൊ ഈ ഇടയിലേക്ക് ചില സമയത്ത് ഇങ്ങനെ എന്തൊരു സംഭവം ശരീരത്തിലുള്ള പോലെ, അതായത് റൂമിലെ ആത്മഹത്യ തോന്നുന്നു. ഇപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അത് ഒഴിവാക്കാം. അന്യമതസ്ഥരെ ഏറെ പുകഴ്ത്തുന്ന ഹാജിയാർ മതസൗഹാർദ്ദത്തിന് മഹനീയ മാതൃക തന്നെ. മനുഷ്യന്മാർക്ക് കാണൂല, ജിന്നുകൾക്കേ കാണും. ജിന്നുകൾ എന്ന് പറയുന്ന ഒരു സമുദായമാണ്. ജിന്ന് ശൈത്താനും ഈമാൻ ജാന്റെ മക്കളാണ്. ആദമിന്റെ മക്കളുണ്ട് ഹിന്ദുവും മുസ്ലിമും. അത് രണ്ട് ആദമിന്റെ മക്കൾ തന്നെ വിശ്വസികളായി വിശ്വസിക്കാത്ത കാഫിരികളായി. നിങ്ങൾക്ക് ഹിന്ദുക്കളെ കാണുന്നില്ലേ? അതേപോലെ ഞങ്ങൾക്ക് വിചാരികളെ കാണാം. വിലക്കയറ്റത്തെക്കുറിച്ചൊക്കെ ഹാജിയാരുടെ ജിന്നിനും വലിയ ആശങ്കയാണ്. കൂടുതൽ തുക നൽകേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ജിന്നു പറഞ്ഞു കളയും. ഹാജിയാരെ തൃപ്തിപ്പെടുത്തലാണ് നിർബന്ധം. നല്ല തുക കൊടുത്തിപ്പെടുത്ത കഴിഞ്ഞ് സാധനങ്ങൾക്ക് വില കയറ്റമാണ്. 965 60 100 റുപ്യ വെച്ചതായി. 100 റുപ്യ ഉണ്ടായാലും 1 കിലോ പത്തി കിട്ടുന്നില്ല. ഇപ്പോഴത്തേക്കുള്ള മാറ്റങ്ങളുണ്ട്. അയാളെ തൃപ്തിപ്പെടുത്താം. വലിയ അധ്വാനമുള്ള പ്രവർത്തിയാണ് ജിന്റെ ഹാമദാന എന്നുള്ളത്. അപ്പൊ അയാളെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇതിന് അയാൾ തുണിയുള്ളൂ, അല്ലെങ്കിൽ വേണ്ടത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒടുവിൽ ലൈറ്റ് തെളിഞ്ഞു. ഉറക്കം വിടുന്ന നാട്യങ്ങളോടെ ഹാജിയാർ പതിയെ എഴുന്നേറ്റു. ഹാജിയാർ എഴുന്നേക്കട്ടെ. ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഇവിടെയും നടന്നു. ചോദ്യവും ഉത്തരവും. ആരാ കൂടിയത്, എവിടുന്നാ വന്നത്, എന്താ പേര്, ചോദ്യമാണ്. ഒക്കെ വലിയ കാര്യമായിട്ട് ചില ആളുകൾ ക്യാമറ ആയിട്ട് പോയി റെക്കോർഡ് ചെയ്യാൻ, ചില ആളുകൾ വിളിച്ചുകൊണ്ടുപോയി എന്ത് കാണിച്ചു കൊടുക്കാൻ, ഇളകണ് കാണിക്കാനേ. ഇവിടെയൊക്കെ നടന്നു ഈ ചോദ്യവും ഉത്തരവും ഒക്കെ. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞറിയോ, ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ അവൻ സലഫി എന്ന് പറഞ്ഞു വന്നാലും തലഫി എന്ന് പറഞ്ഞു വന്നാലും ഖുറാഫി എന്ന് പറഞ്ഞു വന്നാലും ഇനി അതല്ല മുസ്ലിമായിട്ട് കടന്നു വന്നാലും ഏത് കോലത്തിൽ വന്നാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ ജ്യോത്സ്യനെ സമീപിച്ച അതേ വിധിയാണ് അവന് എന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തരം വാദമുന്നയിക്കുന്ന ഒരാളുടെ സമീപത്തൊരുത്തൻ പോയാൽ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 യൗമ, 40 ദിവസത്തെ നമസ്കാരം പിന്നെ അല്ലാഹു സ്വീകരിക്കൂല. ഈ ജാതി വർത്താനേ. ഒരുത്തനും ജിന്നു കൂടിയെന്ന് പറഞ്ഞിട്ട് എന്താ പേര് ഇന്നത്, ഞാൻ പറഞ്ഞത് ക്ലിപ്പാക്കുന്ന ആളെ, അതാ പ്രശ്നം. എനിക്കതാ പേടി. പണ്ട് ഡോക്ടർ സുബൈർ സംസാരിച്ച് ഞാൻ പറഞ്ഞത് അനസ് പറയുന്നു, കണ്ടോ അനസ് ജിന്നിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നിട്ട് പിന്നെ അത് തിരുത്താൻ വേണ്ടി അയാൾ കൊണ്ടുവരേണ്ടി വന്നു കാതിരൂറ്റത്ത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജിന്നുബാധ ഏറ്റു എന്ന് പറയുന്ന ആളോട് നീ ആരാണ്, മുസ്ലിമാണോ, പേരെന്താ, ഇന്നതാ, എന്തിനു വന്നു, ഇന്നതിന് വന്നു, എപ്പോൾ പോകും, പോകൂല, ചോര കുടിക്കും, നിങ്ങൾ വർത്താനൊക്കെ പറയണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഒരുത്തൻ അത് കേട്ടിട്ട് ആ നിലപാട് അവൻ സ്വീകരിച്ചാൽ അവന്റെ ഹുക്മ് ജ്യോത്സ്യന്റെ അതേ ഹുക്മ തന്നെയാണ്. മാത്രമല്ല അങ്ങനെ ഒരു വാദം ഒരുത്തൻ ഉന്നയിക്കുകയും ആ പ്രവൃത്തിയിൽ ഒരുത്തൻ ഏർപ്പെടുകയും ചെയ്താൽ അവന്റെ അടുക്കൽ പോകുന്നവൻ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഇനി ഒരുത്തൻ ഇത് വിശ്വസിച്ചു പോയാലോ, ഈ പറയുന്നത് വിശ്വസിച്ചു പോയാലോ, ഞാൻ ഇറക്കുമ്പോൾ എന്നോട് അതൊക്കെ സംസാരിച്ചു, ഞാൻ ഇളകിയവനോട് ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വേറൊരാൾ എന്നോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ജിന്ന് പറയുന്നതായിട്ട് ഇയാൾ വിശ്വസിക്കണം. ഇവന്റെ തൊള്ളകൊണ്ട് പറഞ്ഞാലും ജിന്ന് പറയുന്നതായിട്ടാണ് ഇവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് ഇറക്കിയതിൽ അവിശ്വസിച്ചവനാണെന്ന ആ വിധിയിൽ തന്നെയാണ് ഇത്തരം സംസാരം നടത്തുന്നവനും അത് വിശ്വസിക്കുന്നവനും പെടുക എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഏതായാലും ഇപ്പൊ ഹാജിയാര് നമ്മുടെ ചെറുവത്തൂര് അഹമ്മദ് ഹാജിയാര് അയാള് ജിന്നൊക്കെ ഇറക്കിയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാണ്. ഇനി എന്താ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് പുറത്തു വന്ന അഹമ്മദ് ഹാജി കണക്കു പറഞ്ഞാണ് പണം വാങ്ങുക. അകത്ത് ജിന്നു പറഞ്ഞ പരിഹാരമാർഗങ്ങളൊക്കെ പുറത്തിരുന്ന് ചെറുമകൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതും പണം കൊടുത്താണ് വാങ്ങേണ്ടത്.
ശൈത്താനേൽപ്പിക്കണം. ഒരു 100 രൂപ ഫീസില്ല, ഒരു ഫണ്ട്. കൈമടക്ക 100 രൂപ എനിക്ക് കൊടുത്തല്ലേ, നിങ്ങൾ പിശാചിനിറക്കി അതിലിടുന്നല്ല. ഇവിടെ ഭാഗ്യമായി മുടക്കലുണ്ട്. നിങ്ങളോട് തങ്കി പറഞ്ഞില്ല 2000 രൂപ. നിങ്ങൾ അതിലിടിച്ച് പോലാണ്, അതിലിടുന്ന വേറെ. അദ്ദേഹത്തിന്റെ 100 ഇവിടെ കൊടുത്തിരുന്നു, 500 തുടക്കത്തെ അതിലിട്ടിരുന്നു. അദ്ദേഹം വന്നിട്ട് ഞങ്ങളെ ഇവിടെ കൈ മടക്കാനില്ല. 100 ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടുത്തെ അവർ കയറ്റിയത് വെട്ടിയിലിട്ട് റാത്തീവിന്, അത് റാത്തീവിന്റെ റീലിൽ പോകുന്നത്. അപ്പൊ നമുക്കൊന്നും ഇല്ലെന്ന മാർക്ക് വരച്ച് 100 രൂപയുടെ ഫീസില്ല. ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള ആളുകൾ ഹാജിയാരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ കോഴ്സ് കഴിഞ്ഞ് അടുത്ത ബാച്ച് വരുന്ന പോലെയാണ്. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ച് ഇങ്ങനെ വരികയാണ് എന്ന്. ഒരുത്തൻ ഇരുന്നാൽ ഇങ്ങനെ ബാച്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഇവിടെ നിങ്ങൾ ധൈര്യസമേതം പറയണം, ജിന്നിറക്കിയിട്ട് കൂലി വാങ്ങൽ ഹറാമാണ്. ജിന്നിറക്കുക എന്ന് പറയാ ഉണ്ട്, അതിൻ്റെ പേര് കൂലി വാങ്ങുക, ആ ഹറാമാണ്. ധൈര്യത്തെ പറയണം, ബോധ്യപ്പെടുത്തുന്ന ഈ സമുദായത്തെ. ജിന്ന് ഇറക്കിയിട്ട് ഒരുത്തൻ കൂലി വാങ്ങിയാൽ അത് ഹറാമാണ്. ജിന്നിറക്കി ഞാൻ എൻ്റെ കൂലിതാ എന്ന് പറഞ്ഞാൽ പാടില്ല. മതത്തിൽ നിയമമില്ല. മദ്ഹബിൽ പോലും പറ്റില്ല. മദ്ഹബിൽ പോലും നിഷേധിക്കപ്പെട്ടു, അത് എതിർക്കപ്പെട്ടു. അത് മനസ്സിലാക്കണം. എത്രത്തോളം മാലിക്കി മദ്ഹബക്കാരനായ അബൂ യസീദ് പറയുന്നത് കാണാം. അത് ഇബ്നു ഹജർ ഹൈതമി എടുത്തുദ്ധരിച്ചത് കാണാം. വഅൻ അബീ സയ്യിദിൻ അയ്ളൻ അബൂ സയ്യിദ് പറയാം, ലാ യജൂസുൽ ജുഅലു അലാ ഇഖ്റാജിൽ ജാന്നി മിനൽ ഇൻസാൻ. ഒരു മനുഷ്യനിൽ നിന്ന് ജിന്നിറക്കി എന്ന് പറഞ്ഞിട്ട് അതിന് കൂലി വാങ്ങൽ പാടുള്ളതല്ല, അനുവദനീയമേ അല്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലാ യുറഫു ഹഖീഖത്തുഹു വലാ യൂഖഫു അലൈഹി. ജിന്നിറങ്ങിയോ ഇല്ലേ, ജിന്ന് കയറിയോ ഇല്ല ആർക്കറിയാം? ജിന്നാണെന്ന് ആർക്കറിയാം? ജിന്ന് ഇറങ്ങിയെന്ന് ആർക്കറിയാം? അതറിയില്ല, അങ്ങനെ സംവിധാനം അറിയില്ല. അതുകൊണ്ട് വലാ യംബഗി ലിഅഹ്ലിൽ വറഇ ഫഅലുഹു വലാ ലിഗൈരിഹിം. സൂക്ഷ്മതയുള്ളവർക്കും സൂക്ഷ്മത ഇല്ലാത്തവർക്കും ജിന്നിറക്കി എന്ന് പറഞ്ഞ് പൈസ വാങ്ങൽ അനുവദനീയമല്ല. വകദാലിക്കൽ ജുഅലു അലാ ഹല്ലിൽ മർബൂത്തി വൽ മസ്ഹൂർ. സിഹിർ ബാധിച്ചിട്ട് ആ സിഹിർ അഴിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൂലി വാങ്ങലും ഇസ്ലാം മതത്തിൽ അനുവദനീയമല്ല. ഞാൻ സിഹിർ അഴിച്ചു തരാം, എനിക്ക് സിഹിർ ബാധ ഉണ്ട്, അത് മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് കൂലി വാങ്ങലും അനുവദനീയമല്ല. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ നിയമം മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്ഹബിന്റെ പണ്ഡിതന്മാരെ പറഞ്ഞതെങ്കിലും ഇത്തരം ആളുകൾ, ഈ ആളുകൾക്ക് ചിന്തിക്കേണ്ടതുണ്ട്, ഹാജിമാർ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ചെറുപ്പത്ത് പുരട്ടി ഈ ഹാജികൾ അന്വേഷിച്ചു നോക്ക്. ഞാൻ അന്വേഷിച്ചിട്ട് പറയാ, അയാൾ അവിടെ ഇല്ല, അയാൾ പൊക്കളഞ്ഞു. ജനം ഉണർന്നാൽ മന്ത്രവാദികൾ രക്ഷപ്പെട്ടു കളയും, പറന്നു കളയും ഇവര്. അതുകൊണ്ട് നാം ഉണരണം. വളരെ ചുരുക്കി ഞാൻ പറയാം, നാം ഉണരണം. എന്നിട്ട് യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥമായ തവക്കുലിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കണം. ആ തവക്കുലിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങൾ സ്വീകരിക്കാം നമുക്ക്. അതിന് ഒരു മന്ത്രവാദിയുടെ ആവശ്യം ഇല്ല, ബേജാറാകേണ്ടതില്ല. ആ മന്ത്രത്തിൽ ഇടിയില്ല, ചവിട്ടില്ല, തൊഴിയില്ല. നേരെ മറിച്ച് ഇസ്ലാം എല്ലാവർക്കും സമാധാനം കൊടുത്തു. മന്ത്രം വഴി സമാധാനം കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? മഹാനായ സ്വഹാബി, ആ സ്വഹാബിയായിരുന്നു ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്ത് നബിയേ, എനിക്കൊരു വേദന ബാധിച്ചു എന്റെ ശരീരത്ത്. എപ്പോൾ? യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലം. ഞാൻ മുസ്ലിമായത് മുതൽ എന്റെ ശരീരത്തിന് ഇന്ന ഭാഗത്ത് കഠിനമായ വേദനയാണ് നബിയെ, എന്താ ഞാൻ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ, ഇങ്ങോട്ട് വാ, ഞാനൊരു മന്ത്രം നടത്തി തരാം. അല്ലെങ്കിൽ ഇന്നൊരു ക്ലിനിക്ക് അവിടെ ഉണ്ട്, അവിടെ പൊക്കോ. അല്ലെങ്കിൽ ഇന്നൊരാളുണ്ട്, അവിടെ പോയിട്ടൊന്ന് മന്ത്രിപ്പിച്ചു. എന്നാ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, നീ ബേജാറാകേണ്ട, വിഷമിക്കേണ്ട. നിന്റെ ശരീരത്തിൽ വേദനയുള്ളത് എവിടെയാണോ അവിടെ നീ കൈവെക്ക്. എന്നിട്ട് പറയ നീ 3 പ്രാവശ്യം, എന്ത്? ബിസ്മില്ലാഹ് 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 എന്ന് നീ പറ. എന്നിട്ടോ വഖുൽ 7 മർറാത്ത്, 7 പ്രാവശ്യം നീ പറയണം, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി അജിദു വഉഹാദിർ. 7 പ്രാവശ്യം നീ പറഞ്ഞു. മുട്ടുവേദന ഉണ്ടോ? നടുവേദന ഉണ്ടോ? നെഞ്ചുവേദന ഉണ്ടോ? ഇസ്ലാമിലെ മന്ത്രം ജിന്നിറക്കാനല്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയത്, ജിന്നിറക്കാനാണ് ഇസ്ലാമിലെ മന്ത്രം. അല്ല, ജിന്നിറക്കാൻ മന്ത്രം, അതിനാണ് മന്ത്രം എന്ന് പഠിപ്പിച്ചിട്ടില്ല. രോഗം അതിന് മന്ത്രിക്കാം,
അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ചികിത്സിക്ക്, മരുന്ന് കഴിക്ക്. അലിമമൻ അലിമ ജഹിലമൻ ജഹില. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അറിയുന്നവനതറിയാം, അറിയാത്തവൻ അറിഞ്ഞൂടാ. എബോള വന്നാലും എയ്ഡ്സ് വന്നാലും ക്യാൻസർ വന്നാലും ഒക്കെ മരുന്നുണ്ട്. അത് മനുഷ്യൻ അറിയുമ്പോഴേ അറിയുള്ളൂ. പണ്ട് കോളറ വലിയ മഹാമാരിയായിരുന്നു, കുഷ്ഠരോഗം മഹാമാരിയായിരുന്നു. കോളറ ബാധിച്ചാൽ ആൾ തട്ടിപ്പോല്ലാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല, വലിയ രോഗമായിരുന്നു. ഇപ്പോഴോ മരുന്ന് കണ്ടുപിടിച്ചു. അറിഞ്ഞപ്പോ അതറിഞ്ഞു, അറിയാത്തപ്പോ അറിഞ്ഞില്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും രോഗമാണോ, വൈറസുകളാണോ, മരുന്നുണ്ട്. ലിക്കുല്ലിദ ഇന്തവ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. മരുന്നിറക്കാതെ അള്ളാഹു രോഗമിറക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വലിയൊരു വിഷയമാണത്. അണുശാസ്ത്രം പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രോഗത്തിന്റെ കാര്യത്തിൽ അണുശാസ്ത്രം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വലിയ ഒരു വിഷയമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്നിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ നിർദ്ദേശം, വളരെ വ്യക്തമായ പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ചികിത്സിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. വെറും ചികിത്സ മാത്രമല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥനയുമുണ്ട്. അതിനാ മന്ത്രം എന്ന് പറഞ്ഞത്. അത് ഒരു മന്ത്രവാദിയുടെയും സാന്നിധ്യമില്ലാതെ, ഒരാൾക്കും കൈമടക്ക് കൊടുക്കാതെ, വേറൊരു ചൂഷണത്തിനും വഴിയില്ലാതെ നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നീ നിന്റെ കൈവെക്കണം എവിടെ, നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ നീ കൈവെക്ക്. മുട്ടിനാണെങ്കിൽ മുട്ടിന്, തലക്കാണെങ്കിൽ തലക്ക്, നെഞ്ചിനാണെങ്കിൽ നെഞ്ചിന്. എന്നിട്ട് പറ ബിസ്മില്ലാ 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 3 പ്രാവശ്യം പറ. എന്നിട്ട് 7 വട്ടം പറ അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി അജിദു വ ഉഹാദിർ. അല്ലാഹുവേ, എന്നെ ബാധിച്ച ഈ ശർറിൽ നിന്ന്, ഞാൻ ഭയക്കുന്ന ശർറുകളിൽ നിന്ന് അല്ലാഹുവേ എനിക്ക് നീ അഭയം തരണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്ക്. അതാ മന്ത്രം. രോഗി അടുക്കൽ ചെന്നാൽ ഖാദിയാർ ഖത്തീബ് രോഗിയായി കിടക്കുമ്പോൾ പള്ളിയുടെ പ്രസിഡന്റ് ചെല്ലാണ്, പള്ളിയുടെ സെക്രട്ടറി ചെല്ലാണ്. ആരെ കാണാൻ? ഖത്തീബിനെ കാണാൻ. ഖത്തീബ് രോഗബാധിതനാണ്. ഖത്തീബിന് അങ്ങോട്ട് മന്ത്രിച്ചു കൊടുക്കുക. എന്ത്? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ആരാ പ്രാർത്ഥിക്കണ്? പള്ളി സെക്രട്ടറി. ആരെയാ മന്ത്രിക്കണ്? ഖത്തീബിനെ, ഖാദിയാരെ അങ്ങോട്ട് മന്ത്രിച്ചു കൊടുക്ക്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മന്ത്രം. അങ്ങോട്ട് കൊടുക്കും. മൂല്യാരെ നമ്മളും മന്ത്രിക്കും. സാധാരണ ഒരു ചൊല്ലുണ്ടെന്ന്, മൂല്യാർ കുറുക്ക് കെട്ടലടാ. ചില ആളുകൾ പറയാ മൂല്യാർ കുറുക്ക് കെട്ടലടാ. ഒരു ചൊല്ലാണത്. എന്നാൽ ഇസ്ലാമിലെ മന്ത്രം മൂല്യാർക്ക് അങ്ങോട്ട് കൊടുക്കും. ആര്? സെക്രട്ടറിയെ, പള്ളിയുടെ കമ്മിറ്റിക്കാരൻ, ഉസ്താന് പോയി മന്ത്രിക്കണം അങ്ങോട്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇതാണ് ഇസ്ലാമിലെ മന്ത്രം. അള്ളാഹിനോട് പറയാ, അല്ലാഹുവേ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹിബിൽ ബഅസ്, നീക്കി കൊടുക്ക് ഈ പ്രയാസം. കാരണം ഇശ്ഫി, നീ ശമനം നൽകണം. കാരണം അന്ത ശാഫി, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, നിന്റെ ശമനം ഒരു പ്രയാസവും ബാക്കിയാക്കാത്ത ശമനമാണ്. നീ ഒരു ശമനം തന്നാൽ എല്ലാ പ്രയാസവും നീങ്ങിപ്പോകും. ഇതാണ് ഇസ്ലാമിലെ മന്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, പ്രസിദ്ധമായ ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്റെ പേരക്കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുത്തു. എങ്ങനെ? തന്റെ പേരക്കുട്ടികൾക്ക് റസൂൽ മന്ത്രിച്ചത് അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. തന്റെ പേരക്കുട്ടികൾക്കുള്ള മന്ത്രാണ് ഇത്. പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചെറിയ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹിയുടെ പ്രവർത്തിയെ സംബന്ധിച്ച് ഇമാം തുർമുദിയും നസായിയും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഅവ്വദു മിനൽ ജാന്നി വഐനിൽ ഇൻസാൻ. ഉപദ്രവം ഉണ്ടാക്കുന്ന 2 സംഗതി. ഒന്ന് ജിന്ന് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കും. അസഹനീയായിരിക്കും ജിന്നിന്റെ ഉപദ്രവം. അതുകൊണ്ട് നബി തഅവീദ് ചെയ്യും, അഭയം ചോദിക്കും അല്ലാഹുവിനോട്. ആരിൽ നിന്ന്? ഒന്ന് യതഅവ്വദു മിനൽ ജാൻ, ജിന്നുകളിൽ നിന്ന്. 2 വഐനിൽ ഇൻസാൻ, കണ്ണേറിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് തഅവീദ് ചെയ്യും. ഒരുപാട് പ്രാർത്ഥനകൾ കൊണ്ട് അതിൽ ഇതൊക്കെ ഉണ്ട്. ഒരുപാട് തഅവീദിന്റെ വചനങ്ങളെ പഠിപ്പിച്ചു. ഏതുവരെ? ഹത്താ നസലത് അൽ മുഅവ്വിദാത്ത്, വിശുദ്ധ ഖുർആൻ മുഅവ്വിദാത്തുൽ ഇറങ്ങുന്നത് വരെ. അഥവാ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സൂറത്തുൽ ഇഖ്ലാസും
ഈ 3 അധ്യായങ്ങൾ തഅവീദിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നത് വരെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ കൊണ്ട് മന്ത്രിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അവതരിച്ചതിനു ശേഷം ഫഅഖദ ബിഹാ വതറക മാ സിവാഹാ, നബി പിന്നീട് ഈ 2 ആയത്ത് ഈ സൂറത്തുകൾ കൊണ്ട് മാത്രം അഥവാ തഅവീദിന്റെ മുഅവ്വിദാത്തുകൾ കൊണ്ട് മാത്രം മന്ത്രിക്കുമായിരുന്നു. ഇത് അവതരിപ്പിക്കപ്പെട്ട ശേഷം ബാക്കിയുള്ള എല്ലാം നബി ഒഴിവാക്കി. തറക മാ സിവാഹാ, ഇതല്ലാത്ത മന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നബി ഒഴിവാക്കി. തഅവീദ് നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും മാത്രം ഉപയോഗിച്ച് മന്ത്രിച്ചു എന്ന് ഹദീസിന്റെ താളുകളിൽ കാണാൻ കഴിയും. അതിനർത്ഥം വേറെ ഒരു വാചകവും പ്രാർത്ഥനയും പറഞ്ഞുകൂടെന്നല്ല, നേരെ മറിച്ച് ഇത് മതി. അതിന്റെ ഔലവിയ്യത്ത് അല്ലെങ്കിൽ സർവ്വതും ഉൾക്കൊണ്ട മന്ത്രം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 111, 112, 113, 114 അധ്യായങ്ങളിലായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നബി മന്ത്രിക്കുക. രോഗം വന്നാൽ ജിന്ന് ബാധിച്ചാലെന്നല്ല, നിങ്ങൾ മനസ്സിലാക്കണം. രോഗം വന്നാൽ രോഗം വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി മുഅവ്വിദാത്തുകൾ ഓതും. എന്നിട്ട് അത് ഊതും, എന്നിട്ട് നബി ഊതും. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഊതുകയാണ്. ഫലമ്മസ്തദ്ദ വജഅഹു, അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്ന നേരത്ത് രോഗം പ്രവാചകന് കഠിനമായപ്പോൾ ആയിഷ ബീവി പറയാണ്, കുന്തു അഖറഉ അലൈഹി, ഞാൻ നബിക്ക് ഓതി കൊടുത്തു. എന്നിട്ട് വഅംസഹു അൻഹു ബിയദിഹി റജാ ബർകതിഹാ, നബിക്ക് ഓതാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്നു കിടക്കുമ്പോൾ ഞാൻ ഓതിയിട്ട് നബിയുടെ കൈകൊണ്ട് തന്നെ നബിക്ക് തടകി കൊടുത്തു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. ആയിഷ ബീവി ആരാ? റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബിക്ക് ഞാൻ പറഞ്ഞ കാളിയാർക്ക് ചിലപ്പോൾ സെക്രട്ടറി മന്ത്രിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ മന്ത്രിച്ചു കൊടുക്കും, ഉപ്പക്ക് മക്കൾ മന്ത്രിച്ചു കൊടുക്കും. അല്ലാതെ ഒരു തട്ടിപ്പിനും ഇസ്ലാം മന്ത്രം മാറ്റിവെച്ചിട്ടില്ല. ഒരു മന്ത്രവാദിയും ഇസ്ലാം അലോട്ട് ചെയ്തിട്ടില്ല. ഒരു റാഖി ഇന്ന അടുത്ത് പോയിക്കോ ഓദിക്കോ മന്ത്രിച്ചോ, അവൻ ഊതുന്ന ആളാണ്, ഊത്തരാണ്, അങ്ങോട്ട് പോയിക്കോ പറഞ്ഞിട്ടില്ല. നമ്മുടെ സഹോദരികളെ ഈ അന്യപുരുഷന്മാരെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്താൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ മാന്യ സഹോദരങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാം അനുവദിച്ചതിനെ നമ്മൾ സ്വീകരിക്കുകയും അനുവദിക്കാത്തത് പരിപൂർണമായി തള്ളിക്കളയുകയും ചെയ്യുക. നാട്ടിൽ നടമാടുന്ന സർവമാന മന്ത്രവാദ ക്ഷുദ്ര പ്രവർത്തനങ്ങൾക്കെതിരെയും അതിന്റെ വാഹകർക്കെതിരെയും അടരാടുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക, തൗഹീദിന്റെ വെളിച്ചം അവർക്ക് എത്തിച്ചു കൊടുക്കുക, തവക്കുലിന്റെ മാർഗത്തിലേക്ക് അവരെ വിളിച്ചുകൊണ്ടുവരിക. പലരും പറയാൻ മറന്നുപോകുന്ന രംഗമാണത്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു തന്റെ സ്വഹാബത്തിനോട്. എന്താ നബി പറഞ്ഞത്? യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70,000 വരുന്ന ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് അവർ സ്വർഗ്ഗത്തിൽ പോകും. ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയും കൂടാതെ, ഒരു വിചാരണയുമില്ലാതെ അവർ സ്വർഗ്ഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബി അവർ? 70,000 ആളുകൾ ആരാ? നബി പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വലാ യക്തബൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ ശകുനം നോക്കാത്തവരാണ്, അവർ അപ്രകാരം തന്നെ മന്ത്രിപ്പിക്കാത്തവരാണ്. മന്ത്രിപ്പിക്കാത്ത തലബുറുഖിയ, ഒരാളൊക്കെ എനിക്ക് മന്ത്രിച്ചാന്ന് പറയില്ല. ലാ യസ്തർഖൂന, അവർ മന്ത്രിപ്പിക്കില്ല. വലായക്തബൂന, അവർ കയ്യ് അഥവാ പ്രാകൃതമായ പഴയകാലത്തൊരു ചൂട് ചികിത്സ അതവർ നടത്തുകയില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സർവ്വതും അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരായിരിക്കും അവർ. അങ്ങനെയുള്ള 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ തവക്കുലിന്റെ മാർഗത്തിലേക്ക്, തൗഹീദിന്റെ മാർഗത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാനും ദീനിന്റെ യഥാർത്ഥമായ സരണി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും തെറ്റിദ്ധരിച്ചു പോയ ആളുകളെ തിരുത്തുവാനും അവർക്ക് നേരിന്റെ വഴി കാണിച്ചു കൊടുക്കുവാനും സർവ്വസമയവും അധ്വാനിക്കണേ, പ്രവർത്തിക്കണേ. നല്ല മനസ്സോടെ ഇറങ്ങിത്തിരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഒന്നിക്കണേ എന്നുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഈ സമൂഹത്തിന്റെ മാറ്റം ഞങ്ങളുടെ നീ സാധ്യമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, മഹത്തായ പ്രസ്ഥാനത്തെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന അതിന്റെ ആളുകൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.